പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ ജീവിതാനുഭവവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ നാൾ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് കർത്താവിൽ പ്രസിദ്ധയും നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയുമായ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരാളിനെയാണ് അരോമ ടി വിയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. കർത്താവിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ എം പൗലോസ് അങ്കിളിൻ്റെ സഹധർമ്മിണി കർത്താവിൻ്റെ ദാസി സരോജിനി പൗലോസ് ആണ് ഇന്ന് നമ്മോടൊപ്പം സമയം ചിലവഴിക്കുന്നത്. തൻ്റെ ദീർഘവർഷത്തെ ശുശ്രൂഷ അനുഭവങ്ങൾ, ദൈവം നടത്തിയ നാൾവഴികളെക്കുറിച്ച് ഓർത്തെടുത്ത് താൻ പറയുമ്പോൾ അത് ശ്രദ്ധയോടെ നമുക്കെല്ലാവർക്കും കേൾക്കാം. ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹിമപ്പെടുവാൻ, നാം അനുഗ്രഹിക്കപ്പെടുവാൻ അത് മുഖാന്തരമായി തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പ്രിയ ആൻറ്റി തന്നെ നമ്മളോട് കാര്യങ്ങൾ സംസാരിപ്പാൻ തക്ക വേണ്ടി ആയിത്തീരും. ആകയാൽ നമുക്ക് ആൻറ്റിയെ ക്ഷണിക്കാം. ആമേൻ. ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ് സരോജിനി ആൻറ്റി. പ്രൈസ് ലോർഡ്. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ആൻറ്റിയെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ആൻറ്റി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലെ? കർത്താവിന്റെ കൃപയാൽ നന്നായിരിക്കുന്നു. ഓക്കെ. ആന്റിയെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആന്റി ഒന്ന് പറയാമോ, എവിടെ നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോഴും രാമേശ്വരത്തിൽ നിന്നാണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പോഴ് എന്നോട് കൂടെ എന്റെ ജ്യേഷ്ഠത്തി കൂടെ ഉണ്ട്. പിന്നെ ഞാൻ വളർത്തി കല്യാണം കഴിച്ചു കൊടുത്ത ഒരു 6 മക്കളും ഉണ്ട്. അവര് കുടുംബമായ കർത്താവിന്റെ വേല ചെയ്യുന്നു. അതിൽ ഒരു കുടുംബം എന്നോട് കൂടെ ഇപ്പൊ ഉണ്ട്. അവരെനിക്ക് സഹായികളായിരിക്കുന്നു. പിന്നെ ഞാൻ വളർത്തുന്ന ഒരു മകള്, അവൾ എന്നോട് കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ ഇളയ മകള് സാറ, അവളിപ്പോ ആശുപത്രിയിൽ, അവളും 2 കുഞ്ഞുങ്ങളും എന്നോട് കൂടെ താമസിക്കുന്നുണ്ട്. പിന്നെ അത്രയും പേര് തന്നെ ഞങ്ങള്. ഓക്കെ. ആന്റിക്ക് എത്ര മക്കളാണുള്ളത്? എനിക്ക് 7 പേരുണ്ട്. 2 ആൺമക്കള്, 5 പെൺമക്കള്. അതിൽ 6 പേര് മാരേജ് കഴിഞ്ഞു. ഇളയ ഒരു മകളുണ്ട്. അവള് ഇപ്പം MTU പഠിച്ചുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂരില്, ബൈബിൾ സ്കൂളില്. മറ്റുള്ളവരെല്ലാം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് എല്ലാരും ആയിരിക്കുന്നു. കൊച്ചുമക്കൾ എത്ര പേരുണ്ട്? കൊച്ചുമക്കള് എനിക്ക് എന്റെ സ്വന്തം എന്റെ മക്കള് 12 പേര് കൊച്ചുമക്കളുണ്ട്. ഞാൻ വളർത്തിയ കുഞ്ഞുങ്ങൾക്ക് ഉള്ള 8 പേര്, 20 പേരായ എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങള്. അപ്പൊ 20 കൊച്ചുമക്കളുടെ വല്യമ്മച്ചിയാണ്. ഓക്കെ 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 ഓക്കെ. ആന്റിയെ പരിചയപ്പെടുന്ന ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആന്റിയുടെ പിന്നെ മുന്നോട്ട് കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ആന്റിയുടെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും എവിടെയാണ് ജനിച്ചു വളർത്തപ്പെട്ടതെന്ന് ഒരു വാക്കിലൊന്ന് പറയാമോ? അതെ, എന്റെ മാതാവും പിതാവും ഹിന്ദുക്കളാണ്. അപ്പം എന്റെ മാതാവിന്റെ പേര് പാർവതി എന്നാണ്. ഞങ്ങൾ സേവിക്കുന്ന ശിവനെ ആയതുകൊണ്ട് അമ്മയുടെ പേര് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പായും ഒരു ദൈവങ്ങൾക്കെല്ലാം ഇങ്ങനെ കൊടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ചെറിയ ഒരു മന്ത്രവാദിയെ പോലെ ഉള്ള ഒരാളാണ്. അവർക്ക് ഞാൻ ഉദയം ചെയ്യും. പക്ഷേ ഞങ്ങൾ 11 പേരാണ്. 4 ആൺമക്കളും 7 പെൺമക്കളും. അതിൽ എനിക്ക് ഓർമ്മയുള്ള കാലത്തിൽ 6 പെൺമക്കളെ ഉള്ളു എന്നോടൊപ്പം. ഞാൻ ഏറ്റവും ഇളയ മകളാണ്. അപ്പം മറ്റുള്ളവരെല്ലാം ഇങ്ങനെ കർത്താവിനെ കുറിച്ചൊന്നും അറിയാതെ ഇങ്ങനെ അക്രൈസ്തവരായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്ന് അങ്ങനെ ഇരുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത് വളരെ ലാളിച്ചു വളർത്തിയതാണ് എൻ്റെ മാതാപിതാക്കള്. അങ്ങനെ ആ കുടുംബത്തില് ദൈവങ്ങൾക്ക് കൊടുത്തും ഭക്തിയുള്ളതായ ഒരു അനുഭവത്തിലാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സഹോദരങ്ങളൊക്കെ ഉണ്ടോ ആന്റി? എന്റെ സഹോദരന്മാർ ആരും ഇപ്പൊ ഇല്ല. എനിക്കിനി 2 സഹോദരിമാര് മാത്രമേ ഉള്ളൂ. അതിലൊരു സഹോദരി എന്നോട് കൂടെ ഉണ്ട്. വേറൊരു സഹോദരിയെ ഞാൻ ഈ 2 ദിവസത്തിന് മുമ്പ് പോയി കണ്ടിട്ട് വന്ന്. ഞങ്ങൾ 3 പേര് മാത്രമേ ഇപ്പോൾ ഉള്ളൂ.
11 പേരില്. അവരൊക്കെ ആരെങ്കിലുമൊക്കെ വിശ്വാസത്തിലേക്ക് വന്നിരുന്നോ? കർത്താവിന്റെ കൃപയാല് എന്റെ സാക്ഷിയിൽ ഞാൻ അത് പറയും. കർത്താവിന്റെ കൃപയാല് ദൈവം വലിയ കാര്യം ചെയ്തു. ഞാൻ ഫസ്റ്റ് യേശുവിനെ കണ്ടെത്തിയത്. അതിനുശേഷം ഒത്തിരി ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതിന്റെ നടുവിൽ യേശുവിന്റെ സ്നേഹത്താൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ തന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ചെറുപ്രായത്തിൽ ഇരുന്നപ്പോ യേശു എനിക്കിഷ്ടമാണ്, എന്നാൽ എനിക്ക് ക്രിസ്തവത്തിൽ പോകാൻ ഇഷ്ടമില്ലാതെ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാന്. അങ്ങനെ എൻ്റെ സഹോദരന്മാരും ചെയ്തതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കർത്താവ്, ഞാനും അതാണല്ലോ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ സഹോദരികളും അവരും അറിയായ്മയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ കൃപയാല് ഈ നാളുകളിൽ ഏതാണ്ട് ഒരു 5 വർഷത്തിന് മുമ്പേ ഞാൻ കാൽക്കുലേഷൻ ചെയ്തതാണ്. ഒരു 100-ലധികം പേരിപ്പോൾ എൻ്റെ സഹോദരങ്ങളും അവരുടെ പിള്ളേര്, അവരുടെ മരുമക്കള്, ചെറുമക്കള് എല്ലാം 100-ലധികം പേര് രക്ഷിക്കപ്പെട്ടു. ഏതാണ്ട് 30 കുടുംബത്തോളം ഫുൾ ടൈം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതായ അനുഭവത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആകട്ടെ, ആന്റിയുടെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ആന്റിക്ക് പറയാനുണ്ട്. ആന്റിക്ക് തുടർമാനമായിട്ട് ഇനിയും അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സംസാരിക്കാം. ആന്റിയുടെ ബാല്യകാല സ്മരണകളെ, വിദ്യാഭ്യാസ കാലയളവിനെക്കുറിച്ചും കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചതായ സാഹചര്യങ്ങളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഒക്കെ തുടർമാനമായിട്ട് ആന്റിക്ക് ഇനി സംസാരിക്കാം കേട്ടോ. എൻ്റെ ചെറുപ്രായത്തില് ഞാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളരെ വാത്സല്യമായി വളർത്തിയാണ്. കാരണം ലാസ്റ്റ് മകളാണ്, 11ാമത്തെ മകള്. അങ്ങനെ എൻ്റെ ചെറുപ്രായത്തിൽ ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെല്ലാം സ്കൂളിൽ പോയി പഠിക്കാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ഒരു ഇല്ല. കാരണം അത്രത്തോളം ചെല്ലമായിട്ട് എന്നെ വളർത്തിയത് കൊണ്ട് എൻ്റെ മൂത്ത 2 പേര് എൻ്റെ ജ്യേഷ്ഠത്തികള്, ട്വിൻസ് 2 പേര് ഏറ്റവരാണ്. അവർ 2 പേരും 2 സൈഡിൽ ഇരുന്നാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത്. ഞാനൊന്നും പഠിക്കാനായിട്ട് അത്രയും താല്പര്യമുള്ള ഒരാളായി ഇല്ലായിരുന്നു. എന്നാൽ അങ്ങനെ ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ അവൻ പോയി. അതിനുശേഷം എൻ്റെ സഹോദരിമാർ പഠിപ്പ് നിർത്തി. അതിനുശേഷം ഞാൻ തനിയെ പഠിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പഠിക്കുന്ന കാലത്തില് ഞാൻ യേശുവിനെ കുറിച്ച് പലയിടത്തും കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്കതിനെ പറ്റി യേശു ഒരു ദൈവമാണ്, നമുക്ക് എത്രയോ ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിസാരമാക്കി അങ്ങനെ പോകാറുണ്ട്. എന്നാൽ വീട്ടില് വർഷത്തിനൊരിക്കൽ ഓരോ വലിയ കുംഭാഭിഷേകം പോലെ വലിയ മീറ്റിംഗ് എല്ലാം ദൈവങ്ങൾക്കെല്ലാം കൊടുക്കുന്ന ഒരിതുണ്ട്. അതിൽ എൻ്റെ ഫാദർ ആണ് അതിൽ വന്ന് അധികമായി அந்த കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. അവർക്ക് ഞാൻ ഒരു സഹായിയായിട്ട് ഒരു ചെറിയ പൂജാരിയെ പോലെ ഞാൻ എൻ്റെ പപ്പയോട് കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതിൽ എനിക്ക് ഒരു ഭക്തി വൈരാഗ്യമുണ്ട്. എൻ്റെ മാതാവിൻ്റെ സഹോദരൻ ഒരു സന്യാസിയാണ്. അദ്ദേഹം ടീച്ചർ വേല ചെയ്തുകൊണ്ടിരുന്നതായ അദ്ദേഹം അതിനെ റിസൈൻ ചെയ്തിട്ട് ഒരു സന്യാസിയായി മാറി. വൈക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെതായ ഇരിപ്പിടം. എന്നാൽ വർഷത്തിൽ ഒരു സമയം ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി ഇരിക്കുമ്പോൾ അവിടെ ഒന്നും നാണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വെജിറ്റേറിയൻ മാത്രമേ ഉപയോഗിക്കാവൂ, പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പുള്ളി ഇരിക്കുന്ന നാളത്രയും ഞങ്ങൾ വളരെ ഭക്തിയോടെ ശുദ്ധമായിട്ടൊക്കെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. പുള്ളി രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ആറുണ്ട്, ആറ്റിൽ പോയി സൂര്യ നമസ്കാരം ചെയ്യാൻ പോകും. അതോടുകൂടെ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും. അദ്ദേഹം ബലമന്ത്രങ്ങളൊക്കെ പറയും. എനിക്ക് അതിനൊന്നും അറിയത്തില്ല. എന്നാലും പുറകിൽ നിന്ന് സൂര്യനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുകയായിരിക്കും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. എൻ്റെ 13ാമത്തെ വയസ്സില് എൻ്റെ പിതാവ് പെട്ടെന്ന് മരിച്ചുപോയി. പിതാവ് മരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ വേദനയായി. കാരണം എന്നെ വളരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന പിതാവ് മരിച്ചുപോയി. എന്നാ അമ്മയുണ്ടല്ലോ എന്നുള്ളതായ ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നാൽ അടുത്ത വർഷം നോക്കിയ അമ്മയും അതേ സമയത്ത് അമ്മയും മരിച്ചുപോയി. ഈ 2 പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ജീവിതത്തില് ഇനി സമാധാനം എനിക്ക് ഒട്ടുമില്ല. പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല. ഇനി ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്കില്ല. എൻ്റെ 13ഉം 14 വയസ്സിൽ 2 പേരെയും അവർ വേർപെട്ടതിന് ശേഷം സമാധാനമില്ലാത്ത ഒരു ജീവിതമായി ഞാൻ മാറി. സ്കൂളിൽ പോകുമ്പോൾ മാത്രം എനിക്കൊരു അല്പം ആശ്വാസമുണ്ട് പിള്ളേരോട് കൂടെ ഇരിക്കുമ്പോൾ. വീട്ടിൽ വന്ന ഇവരെ മാതാവിനെയും പിതാവിനെയും കുറിച്ച് ചിന്തിച്ച് വളരെ വേദനയും കഷ്ടത്തിലും ഓരോ ദിവസവും ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഏതാണ്ട് 3 വർഷക്കാലം
ഈ വേദനയോട് ജീവിച്ച് എങ്ങനെയെങ്കിലും മരിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എങ്ങനെ മരിക്കണം, ആത്മഹത്യ ചെയ്യാൻ അറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഓരോ ദിവസവും കണ്ണീരിലും വേദനയിലും കൂടെ ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീട്ടിന് അടുത്തുള്ളതായ എൻ്റെ ഒരു കൂട്ടുകാരി, അവൾ 3.5 വയസ്സായിരുന്നപ്പോൾ ഓടി നടക്കുന്ന പ്രായം. അപ്പം അവൾക്ക് ഒരു രോഗം വന്ന്, ഒരു പനി വന്ന് അവളിങ്ങനെ കാല് ചപ്പാണിയായിപ്പോയി. അവൾക്ക് നടക്കാൻ പറ്റത്തില്ല. പലരെയും കൊണ്ടുപോയി കാണിച്ച് ആശുപത്രിയിലൊക്കെ പോയിട്ട് സൗഖ്യമായില്ല. എന്നിട്ട് ആ കൊച്ച് ഞങ്ങളുടെ വീട്ടിനടുത്തൊരു പ്രാർത്ഥനാലയമുണ്ട്. ആ പ്രാർത്ഥനാലയത്തിൽ അവളെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. കുറച്ചു നാൾക്കുള്ള അവൾ അമ്പ് ഇടിച്ച് നടക്കാൻ തക്കൊണ്ടുള്ള ആരോഗ്യം അവൾക്കുണ്ടായി. അവൾ എന്നോട് പറയും, സരോജിനി, നീ എന്നോട് കൂടെ വാ, ചർച്ചിൽ വാ എന്ന്. ഞാൻ ഒരിക്കലും അതിന് ചെവി കൊടുക്കത്തില്ല. അത് നിനക്ക് അത് ഇഷ്ടമാണെങ്കിൽ നീ പോയിക്കോ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാളുകൾ കഴിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ കൃപയാൽ ഒരു 17ാമത്തെ വയസ്സില് ഒരു ദിവസം ഒരു മീറ്റിംഗ്, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആ ചർച്ചിൽ നടന്നപ്പോൾ അവൾ എന്നെ നിർബന്ധം பண்ணി വിളിച്ചു, എന്തായാലും നീ ഇന്ന് എന്നോട് കൂടെ വരണം, ചർച്ചിനകത്ത് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ വെളിയിലെങ്കിലും നിൽക്കണം, നീ ഇന്ന് വരണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. ഞാൻ കൂട്ടുകാരിയുടെ ശബ്ദത്തിന് ഇത്രയും നാൾ ചെവി കൊടുത്തില്ലല്ലോ, ഇന്ന് നമ്മൾ പോകാമെന്ന് പറഞ്ഞ് അവളോട് കൂടെ ഞാൻ കടന്നുപോയി. ആ മീറ്റിങ്ങിന് ഏറ്റവും പുറകിൽ ഞാൻ അവിടെ ഇരിക്കായിരുന്നു. അന്ന് വന്നതായ സ്പെഷ്യൽ പ്രസംഗിയാർ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഒരു മനുഷ്യന് 2 വഴി വെച്ചിട്ടുണ്ട്. ഒന്ന് വിശാലമായിട്ടുള്ള വഴി, അതിലെ ആർക്ക് വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ അതിനുടെ അവസാനം നരകമാണ്. എന്നാൽ ഇനി ഒരു വഴിയുണ്ട്, ഇടുക്കവും ഞെരുക്കവുമായിട്ടുള്ള വഴിയാണ്. ആ വഴിയെ പോകുന്നവർക്ക് പരിഹാസമുണ്ട്, നിന്ദയുണ്ട്, പലവിധ ഉപദ്രവങ്ങളുണ്ട്. എന്നാൽ അതിനുടെ അവസാനം നിത്യജീവൻ അല്ലെങ്കിൽ മോക്ഷമാണ്. നിനക്ക് എന്ത് വേണം? ഇങ്ങനെ അദ്ദേഹം കൈവിരൽ ചൂണ്ടി എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് മോക്ഷം വേണം, പക്ഷെ ഈ ഇടുക്കവും ഞെരുക്കവും എനിക്കിപ്പോ വേണ്ട. ഇടുക്കവും ഞെരുക്കത്തിലൂടെ പോകാൻ പറ്റില്ല, അത് ഒരു 10-60 വയസ്സ് ചെല്ലട്ടെ, അതിനുശേഷം അങ്ങനെ പോകാം എന്ന് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഞാൻ പറയുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം, ഞങ്ങൾ സാധാരണ ചെയ്യുന്ന ജന്മപാപം കർമ്മപാപം ഇതിനു വേണ്ടി പോയി തൊഴുകയും വെള്ളത്തിലേക്ക് മുങ്ങുകയും കുളിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പഴക്കമുണ്ട്. അപ്പം അദ്ദേഹം പറയാണ്, നിന്റെ ജന്മപാപം കർമ്മപാപം ഇതെല്ലാം തീർക്കാൻ വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശില് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി. ആ രക്തമാണ് നിങ്ങളുടെ പാപത്തിന് വിമോചനം കൊടുക്കുന്നത്. ആ രക്തം കൊണ്ട് കഴുകുന്ന യാവർക്കും മോക്ഷത്തിൽ പോകാൻ കഴിയും എന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ആരോ അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഏതോ ഒരു കത്തിയെടുത്ത് കുത്തുന്നത് പോലെ ബ്രോക്കണായി. എൻ്റെ ഹാർട്ട് മുഴുവൻ അങ്ങനെ ബ്രോക്കണായി. ആ സമയത്ത് ഞാൻ കരയുവാൻ തുടങ്ങി. അയ്യോ, ഞാൻ ഇന്ന് മരിച്ചാലും നരകത്തിലല്ലേ പോകും, അപ്പൊ എനിക്ക് യേശുവിന് മോക്ഷത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങ് കരയാൻ തുടങ്ങി. കണ്ണുകളെ ഇറുകെ അടച്ച് ആരും എന്നെ കാണരുത് ഞാൻ പ്രാർത്ഥിക്കുന്നത്, കാരണം എനിക്ക് പ്രാർത്ഥിക്കാനും അറിയത്തില്ല. ആരും കാണരുതെന്ന് പറഞ്ഞ് കണ്ണ് ഇറുകെ അടച്ച് ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻഭാഗത്ത് നിന്ന് ഒരു വലിയ പാറക്കൂട്ടം, കറുത്ത പാറക്കൂട്ടം அப்படியே മാറി 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 പോകുന്നതായിട്ടും ആ സ്ഥാനത്ത് ഒരു വലിയ വെളിച്ചം, ഉച്ച നേരത്തിൽ നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ കണ്ണഞ്ചിക്കുന്നത് പോലെ തോന്നുന്നു. ആ വിധത്തിലുള്ള ഒരു വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ആ വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇരുന്ന ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം മാറിപ്പോയിട്ട് ഞാൻ ഒരു വെയിറ്റ്ലെസ് ആയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ കർത്താവിന്റെ കൃപയാല് ഹൃദയം വളരെ സന്തോഷമായി മാറി. ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. ആരോട് പറയാനൊന്നും എനിക്കറിയത്തില്ല. അത്രത്തോളം ഒരു സന്തോഷം. അന്ന് വരെയും 1968 ഒക്ടോബർ മാസം 11-ാം തീയതി ഒരു ശനിയാഴ്ച 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്ക് ആ നിമിഷം തൊട്ട് എൻ്റെ ജീവിതത്തില് ഒരു വലിയ മാറ്റം. അത് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി എന്ന് കൊരിന്ത്യരിൽ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം എനിക്കുണ്ടാകുവാൻ തക്കൊണ്ട് ഇടയായി.
ഈ പുതിയ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ആരോടെങ്കിലും ഇതൊക്കെ പറയണം എന്നൊരു ആഗ്രഹം എന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നു. അത് കടന്നു വന്ന നിമിത്തമായി അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ ഉടനെ ചർച്ചിലേക്ക് ഓടി. അതുവരെ എന്നെ വിളിച്ചാൽ കൂടെ പോകാത്ത ഞാന്, എനിക്കിപ്പം ചർച്ചിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. അതേ ചർച്ചിൽ പോയി രാവിലെ എല്ലാരും സാക്ഷി പറയുന്ന കൂട്ടത്തിൽ ഞാനും സാക്ഷി പറഞ്ഞു. ഇന്നലെ വരെയും ഞാനൊരു സരോജിനിയായി ലോകത്തിൻ്റെതായ എല്ലാ വിധത്തിലും ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് എന്റെ യേശു എന്റെ പാപത്തെ രാത്രികാലം ക്ഷമിച്ചു. ഞാനിപ്പോൾ യേശുവിന്റെ ഒരു മകളായി മാറിയെന്ന് ഞാൻ സാക്ഷി പറയുവാൻ തക്കോണം ദൈവം ഇടയാക്കി. സഭ കഴിഞ്ഞു. അടുത്ത തിങ്കളാഴ്ച എനിക്ക് അടുത്ത ലാസ്റ്റ് ഇയർ ആണ് എന്റെ SSLC-യില്. കാരണം ഇടയ്ക്ക് 1-2 വർഷം തോറ്റുപോയി. അതുകൊണ്ട് ലാസ്റ്റ് 17ാമത്തെ വയസ്സിലാണ് ഞാൻ എന്റെ SSLC-യിൽ പോയത്. അപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ സ്കൂളിൽ പോകുമ്പോൾ അല്ലാതെ വീട്ടിലെ പശുക്കളുണ്ട്, അതിന്റെ പാലൊക്കെ കൊടുക്കുന്ന കാശെല്ലാം മേടിച്ച് പോകുന്ന വഴിക്ക് ഞാൻ ഒത്തിരി പട്രോസ പൂവെല്ലാം വാങ്ങിച്ച്, മറ്റേ പൂവുകളെല്ലാം ഞങ്ങളുടെ വീട്ടിലുണ്ട്. എന്നാൽ ഈ പട്രോസയോട് എനിക്കൊരു ഭയങ്കര ഇഷ്ടം. അത് വാങ്ങിച്ച് എൻ്റെ കൂട്ടുകാർക്ക് ടീച്ചേഴ്സിന് ഞാനും വെച്ച് കൺമഷി എഴുതി ഒട്ടുവെച്ച് ആഭരണങ്ങളെല്ലാം ഇട്ട് ഇങ്ങനെ സാധാരണ പോകുന്ന പതിവ് എൻ്റെ ജീവിതത്തില്. അന്ന് രാവിലെ ഇതൊന്നും എനിക്കൊരു ചിന്ത വന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സ്കൂളിൽ പോകണം, പോയി എൻ്റെ സഹപാഠികളോട് ഈ യേശുവിനെ പറ്റി എനിക്ക് പറയണം എന്നുള്ളതായ കാര്യം 3-ാമത്തെ ദിവസം അത് എൻ്റെ ജീവിതത്തില് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാൻ തക്കോണം ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയി എല്ലാവരും ഇന്റർവെൽ വിടുമ്പോൾ പല കഥകളും പറഞ്ഞുകൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ പല കഥകളും സിനിമാ കഥകളൊക്കെ പറയും. അവിടെ പോയി ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് അവരോട് പോയി ഇരിപ്പാൻ ഇഷ്ടമില്ല. ഞാനൊരു ചില ആളുകളെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു ചില കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് ഈ ലഞ്ച് ടൈമിലെല്ലാം ഞാൻ യേശുവിനെ പറ്റി, എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യത്തെ പറ്റി ഞാൻ അവരോട് പറയുവാൻ തുടങ്ങി. കർത്താവിന്റെ കൃപയാൽ 1 വർഷം പലവിധമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പരിഹാസങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നു. സരോജിനി ഇപ്പോൾ ഒരു മതപ്രസംഗിയായി മാറിയെന്നൊക്കെ പിള്ളേർ പറഞ്ഞ് ടീച്ചറിനോട് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നാലും എനിക്ക് ഒട്ടും ഒരു ലജ്ജയോ ഒരു ഭയമോ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചത് ഒരു ഹിന്ദു ഹൈസ്കൂളിലാണ് പഠിച്ചത്. എന്നാൽ എനിക്ക് ഒരു ഭയവുമില്ല. ഞാൻ കർത്താവിന്റെ കൃപയാലെ സുവിശേഷത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ 1 വർഷം കൊണ്ട് 4 പേരെ കർത്താവിലേക്ക് നടത്തുവാൻ എന്റെ ദൈവം എനിക്ക് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിലെ 3 പേര് കർത്താവിന്റെ വേല ചെയ്യുന്നതായി ഞാൻ കേൾക്കപ്പെടുന്നു. അതെനിക്ക് വളരെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിന്റെ കൃപയാലെ എനിക്ക് എല്ലാവരോടും, കാണുന്നവരോടും കേൾക്കുന്നവരോടും സുവിശേഷം പറയണമെന്നുള്ളതായ ഒരു താല്പര്യമേ. ഞാൻ കാണുന്നവരോട് സുഖമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ചിട്ട് അടുത്ത് ഞാൻ യേശുവിനെ പറ്റി പറയുവാൻ തുടങ്ങും. പിന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ സമയങ്ങളിലെ 3 മാസം സുശേഷം എനിക്ക് നല്ല എന്നെ പഠിപ്പിക്കുവാൻ തക്കണം. എന്റെ പാസ്റ്റർ വളരെ അധികமாக നല്ല പാസ്റ്ററായിരുന്നു. അദ്ദേഹം എന്നെ സ്നാനത്തെ കുറിച്ച് അതിനെ പറഞ്ഞു തന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ സ്നാനം യഥാർത്ഥമാണ്, അത് യേശു വെച്ചിട്ടുള്ളതാണ്, കൽപ്പനയാണെന്ന് മനസ്സിലാക്കി 3 മാസം കഴിഞ്ഞ് ഞാൻ സ്നാനം എടുക്കുവാൻ കൊണ്ട് ഇടയായി. കർത്താവിന്റെ കൃപയാൽ സ്നാനം എടുത്ത് എൻ്റെ വീട്ടിൽ ആരോടും ഞാൻ ചോദിച്ചില്ല. എല്ലാവർക്കും എന്നെ പറ്റി ഒരഭിപ്രായം, നല്ല കുസൃതിയൊക്കെ ഉള്ള ഒരു പെണ്ണാണ്, പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കുന്നല്ലോ എന്നൊരു കാര്യം എന്നെ പറ്റി അവർക്ക് അറിയാം. എന്നാ ഈ സ്നാനം എടുക്കുന്ന വിഷയത്തില് ആർക്കും ഇഷ്ടമില്ല. ആരോടും ഞാൻ പറഞ്ഞുമില്ല, ആരോടും ചോദിച്ചുമില്ല. ദൈവകൽപ്പന ശരിയാണെന്ന് മനസ്സിലായപ്പോ ഞാൻ പോയി പേര് കൊടുക്കുകയും അങ്ങനെ സ്നാനം എടുക്കുകയും ചെയ്തു. സ്നാനം എടുത്തേച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ 4 ബ്രദേഴ്സും വീട്ടിലേക്ക് കടന്നു വന്നു. നീ എന്താണ് ചെയ്തത്? ആരോ പറഞ്ഞു കൊടുത്തു, ഞാൻ അവിടുത്തെ ഒരു കുളത്തിൽ പോയി ഞാൻ താന്നുപോയി എന്ന് പറഞ്ഞ് ഒരു പരാതി അവർക്ക് കൊടുത്തു. അവർ 4 പേരും വീട്ടിലേക്ക് കടന്നു വന്നു. നീ എന്താണ് ചെയ്തിരിക്കുന്നത്? അമ്മയപ്പനില്ലാതെ നിന്നെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു, നീ വന്ന് ഞങ്ങളോട് ചോദിക്കാതെ ഇങ്ങനെ പോയി യേശുവിന്റെ പള്ളിയിലൊക്കെ പോയി ചേർന്ന് ഇങ്ങനെ നീ കുളത്തിൽ പോയി മുങ്ങിയെന്നെല്ലാം കേൾവിപ്പെട്ടു. നീ ഇനി വീട്ടിലിരിക്കാൻ പറ്റില്ല. പല വിധത്തിൽ എന്നെ വളരെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. ഒന്നും ഞാൻ മിണ്ടിയില്ല.
സൈലന്റായി നിന്ന് എന്നോട് ചോദിച്ചു, ഇനി നീ ഇങ്ങനെ പോയി വെള്ളത്തിൽ മുങ്ങുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മാത്രം വായി തുറന്ന് ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു സ്നാനമേ ഉള്ളൂ. ഞാനൊന്നും അവര് എന്നെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ എന്ത് കാര്യവും ബദൽ മറു പറയാറില്ല. കാരണം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അവരറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്നത് കൊണ്ട് ഞാൻ അവരെ എതിർത്ത് പറയുകയോ അതിനെ ന്യായീകരിക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ കർത്താവിന്റെ കൃപയാല് ദിവസങ്ങൾ ഇങ്ങനെ ഓടി, മാസങ്ങൾ ഓടി, വർഷങ്ങൾ 3 കഴിഞ്ഞു. 3 വർഷവും പലവിധமான ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ചർച്ചിൽ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ബ്രദർ അതിനകത്തേക്ക് കയറി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് അടിച്ച്, ഇനി മേലാൽ ഈ ചർച്ചിൽ നീ വരരുത്, വന്നു കഴിഞ്ഞാൽ ചർച്ചിനും കുഴപ്പവും നിനക്കും കുഴപ്പമാകുമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് തുരത്തി കൊണ്ടുപോയി. അങ്ങനെ സഹോദരന്മാർ പലരും എന്നെ വിഷമിപ്പിച്ചു. അതിൽ ഒരു സഹോദരൻ മാത്രം എനിക്ക് വളരെ ആശ്വാസമായിരുന്നു. അദ്ദേഹം ചർച്ചിൽ വന്നിട്ടില്ലായിരുന്നെങ്കിലും എനിക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ 3 വർഷം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ വിവാഹ കാര്യങ്ങളെല്ലാം ആലോചിക്കാൻ തുടങ്ങി. പല ആലോചനകൾ വന്നു. അവരെല്ലാം പണത്തിനും അതുപോലെ ഉദ്യോഗമുള്ളവരെയൊക്കെ അയക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബ്രദറോട് പറഞ്ഞ്, എനിക്ക് അങ്ങനെ ഒരു മാരേജ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന ഒരാളുമായിട്ട് അല്ലാതെ ഞാൻ മാരേജ് കഴിക്കത്തേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. ആ കാര്യം എൻ്റെ ബ്രദറിന്റെ ഹൃദയത്തിലിരുന്നു. അങ്ങനെ പലരും വന്ന് ചോദിച്ചെങ്കിലും ആർക്കും മറുപടി പറഞ്ഞില്ല. എന്നിട്ട് കർത്താവിന്റെ കൃപയാല് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാളും അതിമഹത്വമായ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയக்கூடிയതായ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മഹാപരിയ ദൈവത്തിന്റെ ഭക്തനായ ഒരു ദൈവദാസനുമായിട്ട് കർത്താവ് മാരേജിൽ ഏർപ്പെടുവാൻ എൻ്റെ ബ്രദർ തന്നെ മാരേജ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് മാരേജ് ചെയ്ത് തന്നു. 1971 ഞങ്ങളുടെ മാരേജ് നടന്നു. ആ മാരേജിന് മുമ്പ് ഒരു 5 വർഷത്തിന് മുമ്പ് ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ അവര് 1966 ചേർന്ന് ഒരു 5 വർഷം അവിടെ സേവ ചെയ്യുവാൻ തക്കൊണ്ട് ഇടയായി. ആ ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ ഇരിക്കുമ്പോൾ അവർക്ക് മാസ ശമ്പളം ഒന്നും ഇല്ല. അവിടെ ബുക്കുകൾ വിറ്റ് ആഹാരം കഴിച്ചുകൊള്ളണം, അതുപോലെ ട്രാക്ടറുകൾ കൊടുക്കണം, ബുക്കുകൾ കൊടുക്കണം. അങ്ങനെ കർത്താവിന്റെ വേല ചെയ്തതാണ്. എന്നാൽ കർത്താവിന്റെ എൻ്റെ മാരേജിന് 3 മാസത്തിന് മുമ്പ് അവർ ദുബായ്, കുവൈറ്റ്, അബുദാബി ഈ ഭാഗങ്ങളിലെല്ലാം ഒരു കപ്പലില് OMന്റെ കപ്പലിൽ പ്രവർത്തിക്കുവാനായിട്ട് പോകേണ്ടി വന്നു. വിവാഹ നിശ്ചയം ചെയ്തിട്ടാണ് അവർ കടന്നുപോയത്. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നാട്ടിൽ വന്ന് വിവാഹം ചെയ്തിട്ട് കർത്താവിന്റെ വേല ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ വേല ചെയ്യും എന്നുള്ളതായി ചിന്തിച്ച് ഒരു പ്രൊജക്ടറുമായിട്ട് വന്ന പ്രൊജക്ടർ വെച്ച് പലയിടങ്ങളിലും പല മലകളിലും കുന്നുകളിലും അതുപോലെ കടലോരങ്ങളിലെല്ലാം പ്രൊജക്ടർ കാണിച്ച് സുവിശേഷം പറയാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം തന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഒരു പ്രൊജക്ടർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ വാങ്ങുവാൻ കാശ് കയ്യിലില്ല. അപ്പോൾ ഒരു സഹോദരൻ കൂടെ ഉള്ളതായ ഒരു പീരിമേട്ടിലുള്ള പീറ്റർ എന്ന് പറയുന്ന ഒരു ബ്രദർ പറഞ്ഞു കൊടുത്തു, ബ്രദർ, കുവൈറ്റില് രക്തത്തിന് വില കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങളുടെ കുറെ രക്തം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ടർ വാങ്ങാമെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അവരത് കേട്ട ഉടനെ ബ്ലഡ് ബാങ്കിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് ബ്ലഡ് എടുത്ത് നോക്കിയപ്പോൾ A പോസിറ്റീവ് ആണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ്, ഇത് വന്ന് ഇവിടെ ധാരാളം രക്തം സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ രക്തം വേണ്ട എന്ന് പറഞ്ഞു. വളരെ വേദനയോട് കടന്നു വന്നു. ഈ രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാൻ എന്നെ കൊണ്ട് സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വേദനയോടുകൂടെ വന്നു. അടുത്ത ദിവസം കർത്താവ്, ഈ ഡോക്ടർ ഇരിക്കരുത്, വേറൊരു ഡോക്ടർ ഇരിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു പോയി. അവിടെ പോയപ്പോൾ വേറൊരു ഡോക്ടർ ഇരുന്ന് വളരെ സന്തോഷം. അദ്ദേഹത്തോടും പറഞ്ഞപ്പോൾ, അയ്യോ ഇവിടെ ധാരാളം ബ്ലഡ് ഉണ്ട്, അതുകൊണ്ട് ഈ ബ്ലഡ്, നിങ്ങളുടെ ബ്ലഡ് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. 3ാമത്തെ പ്രാവശ്യവും കപ്പലിലുള്ളതായ ഒരു ഡോക്ടർ നമ്മുടെ കേരളത്തിലുള്ളതായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം മാവേലിക്കര. അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ തരണം, എൻ്റെ ബ്ലഡ് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ സുവിശേഷ വേലയ്ക്ക് ഒരു പ്രൊജക്ട് വാങ്ങാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറയുമ്പോൾ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു. ആ ലെറ്റർ കൊണ്ട് ഡോക്ടറിട്ട് കൊടുത്തപ്പോൾ ഡോക്ടർ അത് വാങ്ങിച്ചിട്ട് പോയി ഒരു ബെഡിലെ ചെന്ന് കടന്നോളാൻ പറഞ്ഞു. പിന്നെ ഒരു നേഴ്സ് വന്ന് ഒരു പപ്പ എൻ്റെ ഭർത്താവ് വിചാരിച്ചത്
ഒരു ട്യൂബ് കൊണ്ടുവരും, ആ ട്യൂബിൽ കുറച്ച് ബ്ലഡ് എടുക്കും, അതിന് കാശ് തരുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ നോക്കിയപ്പോൾ ഒരു ബാഗുമായിട്ട് ഒരു നേഴ്സ് വന്ന് കയ്യിൽ കുത്തി ഇട്ടിട്ട് അങ്ങ് പോയി. കൈ പമ്പ് ചെയ്തോ, കയ്യിലൂടെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് നോക്കിയപ്പോൾ രക്തം ഒഴുകുന്നില്ല, നിങ്ങൾ കൈ പമ്പ് ചെയ്യണം, ഹാർട്ടിലുള്ള രക്തം വരണോ, രക്തം വരുന്നില്ല എന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്തം ഇങ്ങനെ ഒഴുകി ഏതാണ്ട് 16 ഔൺസ് രക്തം പ്ലാസ്റ്റിക് പൈ നിറയെ എടുത്തുകൊണ്ട് മുമ്പിലൂടെ പോകുമ്പോൾ പിശാച് ഇങ്ങനെ പറഞ്ഞു, നീ ഇവിടുന്ന് നാട്ടിലേക്ക് പോകത്തില്ല, നീ ഇനി കല്യാണം ചെയ്യാൻ പോകുന്നില്ല, നീ ഇനി കർത്താവിന്റെ വേല ചെയ്യത്തില്ല എന്നൊക്കെ പിശാച് സംസാരിക്കുമ്പോൾ ഒരു വലിയ സ്ക്രീൻ വലിച്ചു കെട്ടി അതിന്റെ മുമ്പിൽ ഒത്തിരി പേര് ഇരുന്ന് യേശുവിന്റെ ജീവചരിത്രം കാണുന്നത് പോലെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ച അവർ കാണുകയും, സാത്താനെ, അഥവാ ഞാൻ പോകാൻ സാധ്യമല്ലെങ്കിൽ ഈ കാശ് ആർക്കും കൊടുത്ത് ഒരു പ്രൊജക്ടർ വാങ്ങി സുശേഷം എത്താത്ത ഇടങ്ങളിൽ പോയി സുശേഷം അറിയിക്കുവാൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ മരിക്കുമെന്ന് പിശാചിനോട് എതിർത്ത് നിന്ന് പറഞ്ഞു. അതിനൊത്തോളം ദൈവത്തിന്റെ കൃപയാൽ ഒന്നും സംഭവിച്ചില്ല. എഴുന്നേറ്റ് ഒരു നല്ല കൂൾ ഡ്രിങ്ക്സ്, ഫ്രൂട്ട്സിനുടെ ഒരു ഡ്രിങ്ക്സ് കൊടുക്കും ഇങ്ങനെ രക്തം എടുക്കുന്നവർക്ക്, അതുകൂടെ വാങ്ങി കുടിക്കുവാൻ തക്കോണം പോകാതെ നേരെ ഓടിപ്പോയി ഷോപ്പിൽ പോയി പ്രൊജക്ടർ വാങ്ങി. പ്രൊജക്ടറുമായിട്ട് ബോംബെയിൽ വരുമ്പോഴും ബോംബെയിൽ വന്ന് കസ്റ്റം ഓഫീസർ പിടിച്ച് ഡ്യൂട്ടി കെട്ടണമെന്ന് പറഞ്ഞ്, ഡ്യൂട്ടി കെട്ടാനൊന്നും കഴിയത്തില്ല, ഇതെന്റെ രക്തം കൊടുത്ത് വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ നിറയെ കഥകൾ പറയുന്ന ആളുകളെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഡ്യൂട്ടി കെട്ടാൻ കഴിയുമെങ്കിൽ എടുത്തോണ്ട് പോകണം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. പപ്പ വെളിയിലോട്ട് വന്നിട്ട് ചുവരോട് ചാർന്ന് നിന്ന് അങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എന്റെ രക്തം കൊടുത്ത് വാങ്ങിച്ച ഈ പ്രൊജക്ടർ എനിക്ക് ഡ്യൂട്ടി കെട്ടാൻ കാശില്ല, ഇതെനിക്ക് വേണം, ഞാൻ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. ഇങ്ങനെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കസ്റ്റം ഓഫീസർ, ഹലോ, വാ 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 വന്നെടുത്തിട്ട് പോ എന്ന് പറഞ്ഞിങ്ങനെ അതിനെ കൊടുക്കുകയും സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരികയും, നാട്ടിൽ വന്ന് ഏതാണ്ട് ഒരു 12 ദിവസത്തിന് കഴിഞ്ഞാണ് ഞങ്ങളുടെ മാരേജ് നടന്നത്. മാരേജ് നടന്ന് ഒരേ ഒരാഴ്ച മാത്രമേ ഞങ്ങൾ വീട്ടിലിരുന്നുള്ളൂ. ഒരാഴ്ചയ്ക്ക് അപ്പുറം ഞങ്ങൾ ഫീൽഡിലായി. രണ്ടുപേരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുവാൻ കൊണ്ടിടയായി. ഞങ്ങളുടെ ഹണിമൂണെല്ലാം ഫീൽഡിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതൊരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. കാരണം എന്റെ ഹൃദയത്തിനകത്തും യേശുവിനെ കുറിച്ച് പറയണമെന്നുള്ളതായ ഒരു തീ കത്തിക്കൊണ്ടിരുന്നു. അതുപോലെ കർത്താവിന്റെ ദാസനും ആത്മഭാരമുള്ളതായ ഒരു ദൈവദാസനായിരുന്നത് കൊണ്ട് തനിക്കും അനേകരോട് സുവിശേഷത്തെ അറിയിക്കണം, ജീവൻ പോയാലും സാധ്യം പറവായില്ല, സുവിശേഷം അറിയിക്കണം എന്നുള്ള ഒരു ഭാരം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ആ കാലങ്ങളൊക്കെയും ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകും. എപ്പോഴെങ്കിലും വീട്ടിൽ വരും, പിന്നെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ കടന്നു പോകും. ഇങ്ങനെ മൂത്ത മകൻ ബില്ലിഗ്രാം അവൻ ജനിച്ചു. അവനെയും എടുത്തുകൊണ്ട് ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് കടന്നുപോയി. അടുത്ത ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത മകൻ ഇസ്രായേൽ ജനിച്ചു. അവനെ എടുത്തുകൊണ്ട് അവന് 58 ദിവസമാകുമ്പോൾ ഞങ്ങൾ അവനെ എടുത്തുകൊണ്ട് ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ ചില വർഷത്തിന് ശേഷം മൂന്നാമത്തെ മകൾ സൂസന്ന ജനിച്ചു. അവളെ 6 മാസം പ്രായമുള്ളപ്പോൾ ഹൈറേഞ്ചിന്റെ പകുതികളിൽ പീരുമേട്, കട്ടപ്പന, ഇരട്ടയാറ്, വണ്ടിപ്പെരിയാർ, അടിമാലി ഈ ഭാഗങ്ങളിലെല്ലാം ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്ന് ഞങ്ങൾ ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കണം തുടങ്ങി. അവിടെ എല്ലാം പോകുമ്പോൾ ഞങ്ങൾക്ക് ഇന്നുള്ളതുപോലെ ഒരു വീട്ടിൽ പോയി താമസിക്കാനോ ഒരു ലോഡ്ജിൽ പോയി താമസിക്കാനോ ഉള്ള കാര്യങ്ങൾ അന്നില്ല. അന്ന് ഞങ്ങളുടെ വിശ്രമം ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സ്കൂൾ വരാന്ത, അതുപോലെ സൈക്കിൾ ഷോപ്പിനുடைய ഏതെങ്കിലും ഒരു ഭാഗം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ അന്ന് വിശ്രമിക്കുകയായിരുന്നു. പിള്ളേരുമായിട്ട് പിള്ളേരെയും കൊണ്ട് നടക്കുമ്പോൾ വിശപ്പിനാല് പിള്ളേര് വളരെ കഷ്ടപ്പെടും. എന്നാലും അത് സാരമില്ല, എന്തെങ്കിലും കിട്ടുന്നതിനെ ഞങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ കൃപയാല് വണ്ടി വാഹനങ്ങളെല്ലാം അന്നത്തെ സമയത്തില്ല. ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ബസ് മാത്രം. ബസ് അതുപോലെ ഹൈറേഞ്ചിലെല്ലാം പ്രവർത്തിക്കുമ്പോൾ തേയിലത്തോട്ടം വരെ എങ്ങനെയെങ്കിലും പോകും, തിരിച്ചു വരുവാൻ സാധ്യമല്ല. ലോറികളിൽ ഈ തേയില ഇല കയറ്റി വരുന്ന ലോറികളിൽ കയറി ഞങ്ങൾ ജംഗ്ഷനിൽ ഇറങ്ങും.
ലോറി, അതുപോലെ ജീപ്പ്, ചില സമയത്ത് കാളവണ്ടിയിൽ കൂടെ ഞങ്ങൾ പിള്ളേരുമായി ചേർന്ന് അത് യാത്ര ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഇതെല്ലാം ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ എണ്ണുകയാണ്. ഇതൊന്നും ഒരു കഷ്ടമായിട്ട് ഞാൻ പറയുന്നുമില്ല, അന്ന് ഞങ്ങൾ കഷ്ടമായിട്ട് അനുഭവിച്ചതുമില്ല. കാരണം ഇതെല്ലാം ഒരു ഭാഗ്യം. എല്ലാവർക്കും ഈ ഭാഗ്യ പദവി കിട്ടത്തില്ല. ഞങ്ങൾക്ക് ആ ഭാഗ്യ പദവി ദൈവം തന്നു എന്ന് സന്തോഷത്തോടെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ അത് അനുഭവിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് ഏറ്റവാറ് ഞങ്ങളോട് കൂടെ സഹകരിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളും കർത്താവിന്റെ കൃപയാലും അങ്ങനെ ഞങ്ങൾ ഹൈറേഞ്ചിലും കടൽക്കര തീരങ്ങളില്, അതുപോലെ തമിഴ്നാട്ടിന്റെ ഒരു ബോർഡറില്, കർണാടകയുടെ ബോർഡറില്, പിന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഫിലിം കാണിക്കും. അപ്പം അവിടെ എല്ലാ ആൾക്കാർ കൂടും, അവരോട് യേശുവിനെ പറ്റി പറയും. ഞാനും എന്റെ സാക്ഷി പറയും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച് ആട്ടർക്കാൾ കൊടുത്ത് പലരും രക്ഷയിലോട്ട് കടന്നു വരുവാൻ കൊണ്ട് ഇടയായി. അന്ന് ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചവരെല്ലാം ഇന്ന് കർത്താവിന്റെ കൃപയാൽ വലിയ ലീഡേഴ്സുമാരായിട്ട് പലയിടങ്ങളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കുന്നു. അതുമാത്രമല്ല, ഞങ്ങൾ കാൽ ചവിട്ടിയതായ ഓരോ ഏരിയകളിലും അന്ന് സുവിശേഷം എത്തിയിട്ടില്ലാത്തതും അന്ന് സഭകളില്ലാത്തതുമായ ഏരിയകളിലെ അന്ന് ഞങ്ങൾ കടന്നുപോയി. എന്നാൽ കർത്താവിന്റെ കൃപയാല് ഇന്ന് അവിടെയെല്ലാം അനേക സഭകൾ വന്നിട്ടുണ്ട്. അനേക ദൈവമക്കൾ എഴുന്നേറ്റ്, അനേക സുവിശേഷ വേലക്കാർ എഴുന്നേറ്റ് ദേശത്തിന്റെ രാജ്യങ്ങളുടെ പല പകുതികളിലും കടന്നുപോയി ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നത് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷവും ആനന്ദവുമായി ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഈ കാലങ്ങളിലെല്ലാം ഞങ്ങൾ സന്തോഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ കടക്കര ഓരങ്ങളിൽ ഞങ്ങൾ പോകും. കടക്കര ഓരത്തിൽ പോയി ഓപ്പൺ എയർ എല്ലാം നടത്തി, പുസ്തകങ്ങൾ കൊടുത്ത്, ട്രാക്റ്റുകൾ കൊടുത്ത്, വൈകുന്നേരം ആകുമ്പോൾ പടവും എല്ലാം യേശുവിനെ പറ്റിയുള്ളതായ പടം, പരദേശി മോക്ഷയാത്ര, ഇങ്ങനെ ചില ഫിലിം എല്ലാം പോട്ട് അതെല്ലാം സ്റ്റില്ലായിരുന്നു. അന്ന് ഓടുന്ന പ്രൊജക്ടർ അല്ല, സ്റ്റിൽ പ്രൊജക്ടറാണ്. അത് വെച്ച് കാണിച്ച് മക്കളെല്ലാം അങ്ങനെ വന്ന് അതെല്ലാം കണ്ടിട്ട് രാത്രിയാകും. എവിടെ പോകാനെന്ന് അറിയത്തില്ല, എന്ത് കഴിക്കണമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും കർത്താവിന്റെ കൃപയാൽ എന്തെങ്കിലും കിട്ടുന്നത് ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ട് ആ കടക്കരയില് കടൽ മണലിൽ തന്നെ ഞങ്ങൾക്ക് കിടക്ക ഞങ്ങൾ ഉണ്ടാക്കി. തലകണ അതിൽ തന്നെ മണൽ ഒരു കൈ കൂട്ടുമ്പോൾ ഒരു തലകണ, ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു തലകണ കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ മണൽ കൂട്ടി ആ മണലിന്റെ പുറത്ത് അങ്ങനെ തുണി വിരിച്ച് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ കിടക്കും. എന്നാൽ ഈ മീൻ പിടിക്കുന്നതായ മുക്കുകള് അവിടെ കൂടെ വീഡിയോ എല്ലാം പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഉറക്കം വരത്തില്ല. ഞാനിങ്ങനെ മുഖത്തൂടെ തുണിയും മൂടിക്കൊണ്ട് അങ്ങനെ കിടക്കും. ഇവിടെ ഒരു സഹോദരി കിടക്കുന്നുവെന്ന് അറിയാതിരിക്കാനുള്ള വിധത്തില് ഞാൻ എൻ്റെ മുഖത്ത് മൂടിക്കൊണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഉറക്കം വരത്തില്ല. എങ്ങനെയോ രാവിലെ എഴുന്നേറ്റ് പിന്നെയും അടുത്ത ഇടങ്ങളിലേക്ക് ഞങ്ങൾ പോകും. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായ ആ കാലഘട്ടത്തില് അന്ന് കത്തോലിക്ക മതം മാത്രമേ ആ ഭാഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. അധികമായിട്ട് ദൈവമക്കളുടെ ചർച്ചകളോ അധികമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഇല്ല. ഇന്ന് കടലോര പ്രദേശങ്ങളിലെല്ലാം ഇന്ന് കർത്താവിന്റെ കൃപയാൽ ധാരാളം സഭകൾ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അതെല്ലാം നോക്കുമ്പോൾ വളരെ സന്തോഷം. ഈ കടക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ പലരും അടിക്കുവാൻ കൊണ്ട് ഇടയായി. പുസ്തകങ്ങളെല്ലാം വലിച്ചു കയറി കളഞ്ഞു, എല്ലാം പ്രൊജക്ടറെല്ലാം വന്ന് തല്ലിപ്പൊട്ടിക്കുവാനായിട്ട് ഈ കത്തോലിക്ക മതക്കാർ അവർ ശ്രമിച്ചു. എന്നാലും ആ ഭാഗത്ത് അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ ഇന്ന് യേശുവിനെ ഏറ്റുകൊണ്ട് അവര് തന്നെ സഭകൾ സ്ഥാപിച്ചതായിട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അത് വളരെ സന്തോഷവും അനുഗ്രഹകരമായിട്ടുള്ള ഒരു കാര്യമായി കർത്താവ് തീർത്തു. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെ അല്ലെങ്കിൽ ബോംബെ വരെയുള്ളതായ പ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുവാൻ തക്കണം ടീമായി ഇങ്ങനെ കർത്താവിന്റെ ദാസൻ പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കുടിക്കുവാൻ ചില സമയത്ത് ദാഹത്തിന് വെള്ളം കിട്ടാതെ ഒരു കുളത്തിലുള്ള വെള്ളമൊക്കെ കുടിച്ച് വയറ്റിന് അസുഖമായി വ്യാധിയായി വീട്ടിലേക്ക് തിരിച്ചു വന്നു. മരണത്തോട് അടുത്തു. ഏതാണ്ട് 40-50 ദിവസം വരെയും വെള്ളം കൂടെ ശരിയായി കുടിക്കാൻ കഴിയാതെ കരിക്കും വെള്ളം മാത്രം ചൂടുവണ്ണി കൊടുത്ത് അങ്ങനെ കടന്നു. മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു.
എന്നാൽ കർത്താവിന്റെ കൃപയാൽ, പ്രാർത്ഥനയാൽ കർത്താവ് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് അരുളി ചെയ്തു, ഇത് മരിക്കുവാനുള്ളതല്ല, നിന്റെ പ്രവർത്തനത്തിന്റെ ആരംഭത്തിൽ മാത്രം വന്നിരിക്കുന്നു, ഇന്നും അനേക പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ദൈവാത്മാവ് സംസാരിക്കും. അതുപോലെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം പിന്നെയും ഞങ്ങൾ രണ്ടുപേരും കടന്നുപോയി. കുഞ്ഞുങ്ങളോടുകൂടെ ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങളോടുകൂടെ സഹോദരന്മാർ സഹോദരികളെല്ലാം പ്രവർത്തനത്തിന് വരും. അവരോട് ചേർന്ന് ഇങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്തത്, നിങ്ങൾ രാമേശ്വരത്തിലേക്ക് പോകണം. രാമേശ്വരം ഞങ്ങൾക്ക് അറിയാത്ത ഒരു സ്ഥലം, ഭാഷ വേറെ, നമ്മുടെ നാട്ടിന്റെ നടപ്പും ഇവിടത്തെ നടപ്പും വളരെ വ്യത്യാസമുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ളതായ വ്യത്യാസമായ ഒരു നാടാണ്. അവിടെ മഴ എപ്പോഴും, ഇവിടെ വെയിലാണ്, പലവിധമായ കാര്യങ്ങൾ. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവ് പറഞ്ഞു പോകാനായിട്ട്, കർത്താവ് പറഞ്ഞതുകൊണ്ട് പോകാനായിട്ട് ഞങ്ങള് തീരുമാനിക്കുന്ന നേരത്തില് 3 പിള്ളേകൾ, മൂത്ത മകൻ ബില്ലി, രണ്ടാമത്തെ ഇസ്രായേൽ, മൂന്നാമത്തെ സൂസന്ന, 4ാമത് എനിക്ക് 7.5 മാസം ഗർഭം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ രാമേശ്വരത്ത് പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതായ ഒരു കാര്യം, എന്റെ ഭർത്താവ് പറഞ്ഞു, സരോജം, നീ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് ഒരു നല്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ വന്ന് കൂട്ടിയിട്ട് പോകാം, ഞാനിപ്പോ ഫസ്റ്റ് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞതായ ഒരു കാര്യം, നാളെയാണ് എന്റെ പ്രസവം എന്ന് എനിക്കറിയാമെങ്കിലും കർത്താവ് നിങ്ങളെ ഇന്ന് പോകാൻ പറയുന്നിടത്ത് ഞാൻ കടന്നു വരുന്നതാണ് എനിക്ക് സന്തോഷം, അതുകൊണ്ട് ഞാനും കടന്നു വരുന്നു എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾ കുഞ്ഞുങ്ങളും ഞങ്ങളുമായിട്ട് പോകാനായിട്ട് എല്ലാം തയ്യാർ പണി ചെയ്തുകൊണ്ടിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു, ജോയിക്കുട്ടി ചാക്കോ, ചോറ്റാനിക്കര, അവിടെ നിന്ന് 200 രൂപ വരും, ആ കാശ് കൊണ്ട് നിങ്ങൾ രാമേശ്വരത്തിൽ പോകണം എന്ന് കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാശിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു ദിവസം കർത്താവിന്റെ കൃപയാല് ഒരു പോസ്റ്റ്മാൻ വന്നു, 200 രൂപ തന്നു. അത് അഡ്രസ് നോക്കിയപ്പോൾ ജോയിക്കുട്ടി ചാക്കോ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ദൈവം പറഞ്ഞ കാര്യം അതുപോലെ ചെയ്തിരിക്കുന്നുണ്ട്, നമ്മൾ ഇനി താമസിക്കുവാൻ പാടില്ല. ഉടനെ എല്ലാത്തെയും പാക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. എന്നാൽ ബന്ധങ്ങളൊന്നും ഞങ്ങളെ അയക്കാൻ, ഈ പരിതസ്ഥിതിയിൽ അയക്കാൻ ആരും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിന് ഒത്തവണ്ണം സ്വന്തം ബന്ധങ്ങൾക്കോ മറ്റാർക്കുമോ നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ ദൈവ ശബ്ദത്തിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണമെന്നുള്ള ഒറ്റ കാര്യം കർത്താവിന്റെ ദാസനും എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും അത് അവരെഞ്ചോയിച്ച് ഞങ്ങൾ ഇങ്ങനെ കടന്നു വരുവാൻ തക്കണോ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങൾ നാഗർകോവിലിൽ നിന്ന് 2-3 ബസ് കയറി നാഗർകോവിൽ വന്നു. എല്ലാം പാക്ക് ചെയ്തു. വീട്ടിൽ കിടന്നതായ പായ്, തലയണ, ചട്ടി പട്ടി എല്ലാമേ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു. കാരണം ഇവിടെ വന്ന വാങ്ങിക്കാനൊന്നും കാശില്ല, താമസിക്കുന്ന എവിടെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാത്തെയും പാക്ക് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ വാഹനത്തിൽ കയറ്റാനുള്ള എല്ലാം ഉണ്ട്. അതിനെയും കൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്നത്. എന്റെ സ്ഥിതി ഇങ്ങനെ എങ്ങനെയോ കുഞ്ഞുങ്ങളെ കയ്യിലെ പിടിച്ച് നാഗർകോവിൽ വന്ന് 8:15 മണിക്കുള്ളതായ ബസ്സിൽ കയറി. അപ്പോഴീ സായൽകുടി വഴി, തൂത്തുക്കുടി വഴി വരുന്നതായ റോഡ് വളരെ മോശമായിട്ടുള്ള റോഡാണ്. എന്നാൽ ഞങ്ങൾക്ക് റോഡും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് വരാനായിട്ട് പല മൈലുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇരിക്കുവാനായിട്ട് സീറ്റ് കെട്ടിയത്. അതുവരെ നിന്ന് കുഞ്ഞുങ്ങളെയും കയ്യിൽ വെച്ചുകൊണ്ട് നിന്നാണ് യാത്ര ചെയ്ത് വന്നത്. എന്നാൽ ബമ്പിങ് റോഡ്, ഞങ്ങൾ രണ്ടുപേരും മുഖത്ത് നോക്കി, ദൈവമേ ഒന്നും ആകല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ മുഖത്ത് നോക്കി ദൈവത്തെ പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെയോ രാവിലെ 4:30 ഞങ്ങൾ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മണ്ഡപം വരെ മാത്രമേ ബസ് വരികയുള്ളൂ. പിന്നീട് ഒരു കടൽ കഴിഞ്ഞ് വരണം. അവിടെ ഇപ്പം പാലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാലം ഇപ്പോൾ കാള എളുപ്പിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾക്ക് ട്രെയിൻ വന്നാലേ വരാൻ പറ്റും. രാവിലെ 6 മണിക്ക് ഒരു ഷട്ടിൽ ട്രെയിൻ വരും. അതിൽ കയറി വേണം ഞങ്ങൾ മറുകര കടക്കാനായിട്ട്. ഞങ്ങൾ ഇങ്ങനെ രാവിലെ കാത്തിരുന്നു. ഡിസംബർ മാസം 16-ാം തീയതിയാണ് 1979 ഡിസംബർ 16-നാണ് ഞങ്ങൾ രാവിലെ ഇവിടെ വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ കടന്നു വരാനായിട്ട് 6 മണിക്ക് വന്ന ട്രെയിനിൽ കയറി ഇപ്പറേ പാമ്പലിൽ വന്നു.
പാമ്പൽ വന്ന് ഇറങ്ങി സാധനങ്ങൾ ഇറക്കി ഞങ്ങൾ അവിടെ ഇരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. എങ്ങോട്ട് പോകണം, എവിടെ താമസിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലയാളി കൊല്ലംകാരൻ ബ്രദർ യേശുദാസ് എന്ന് പറയുന്ന ഒരു ബ്രദർ ആ വഴിയായി കടന്നു വന്നു. അദ്ദേഹത്തോട് മലയാളം ആയതുകൊണ്ട് സംസാരിച്ച്, എനിക്ക് ഒട്ടും മലയാളം പറയാൻ അറിയത്തില്ല. എന്നാൽ കർത്താവിന്റെ ദാസന് അല്പം തമിഴ് അറിയാം, മലയാളം മാത്രമേ എനിക്കറിയാവൂ, തമിഴ് അറിയത്തില്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മലയാളി അദ്ദേഹം സംസാരിച്ചു. ഒരു വീട് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, ഞാനും പുതിയതാണ്, ഞാനിവിടെ ഒരു കമ്പനി വെച്ചിട്ടുണ്ട്, മീൻ തൂക്കുന്നതായ ഒരു ഷെഡുണ്ട്, എൻ്റെ വീട്ടിൽ നിങ്ങളുടെ സാധനങ്ങൾ വേണമെങ്കിൽ വെച്ചിട്ട് ആ മീൻ തൂക്കുന്ന ഷെഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞു. ശരി, അതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ സാധനങ്ങളെല്ലാം അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ആ കമ്പനിയില് മീൻ തൂക്കുന്ന ഇടത്തില് രാവിലെ 11 മണി വരെ അവർ ഈ പ്രോൺസ്, കൊഞ്ചു മീന്, മറ്റേ മീനുകളെല്ലാം തൂക്കിയിട്ട് വെള്ളം ഊത്തിയിട്ട് അങ്ങ് പോകും. പിന്നെ ഞങ്ങള് വന്ന് കുറച്ച് വെള്ളം ഒഴിച്ചെല്ലാം കഴുകിയിട്ട് അത് ഉണങ്ങുന്നത് വരെ വെളിയിൽ വെയിറ്റ് ചെയ്തിട്ട് അതിനകത്ത് താമസിക്കും. ഇങ്ങനെ 2 ആഴ്ചക്കാലം ഞങ്ങൾ താമസിച്ചു. ഈ താമസിക്കുന്ന സമയത്ത് അന്ന് വന്നിറങ്ങിയ സമയത്ത് ഒരു 5 രൂപ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ശേഷിച്ചുള്ളൂ. ആ 5 രൂപയ്ക്ക് ഒരു 10 ഇഡ്ഡലി അന്ന് വാങ്ങിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കഴിച്ചു. അതിനുശേഷം എന്ത് കഴിക്കും, എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഇതിന്റെ ഇടയില് ദൈവത്തോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. കർത്താവേ, നീയാണ് വരാൻ പറഞ്ഞത്, ഞങ്ങൾ വന്നിരിക്കുന്നു, നീ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് അങ്ങ് ചെയ്യണം എന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ആയിരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ സ്ഥാനത്ത് രക്തത്തിന് രക്തവും അതുപോലെ മാംസത്തിന് മാംസവുമായിട്ടുള്ള അനേക മക്കൾ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യ ക്രിസ്ത്യാനികളായി 100 വർഷക്കാലമായി ഇങ്ങനെ അന്ധകാരങ്ങളിൽ കഴിയുന്നതായ ഈ ജനങ്ങളുടെ ഇടയിലാണ് ദൈവം ഞങ്ങളെ അയച്ചത്. കർത്താവ് ഈ സ്ഥലത്ത് അനേകരെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഓരോ ദിവസവും ഞങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയും, ഞാനാണ് നിങ്ങളെ ഇവിടെ അയച്ചത്, നിങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ വലിയ കാര്യങ്ങളെ ചെയ്യും എന്ന് ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുമായിരുന്നു. എന്തെങ്കിലും കിട്ടുന്നതിനെ കഴിച്ചുകൊണ്ട് പിള്ളേരുമായിട്ട് ഞങ്ങൾ കഴിയും. ഉച്ച കഴിഞ്ഞ് ഭയങ്കര വെയില്, 8 വർഷം മഴ പെയ്യാതിരുന്ന കാലത്താണ് ഞങ്ങൾ രാമേശ്വരത്തിലേക്ക് കാലുകുത്തിയത്. അപ്പം വെയില് ഭയങ്കര എന്നാലും സാധിക്കത്തില്ല നടക്കാനൊന്നും, തലചുറ്റും, ആഹാരവും കഴിക്കാതെ. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങി തിരിക്കും പിള്ളേരുമായിട്ട്. വചനം പറയുവാൻ അറിയാത്തത് കൊണ്ട് കാർഡ്ബോർഡ് വാങ്ങി കർത്താവിന്റെ ദാസൻ 2 സൈഡിലും വചനങ്ങൾ എഴുതും. തമിഴില് ഉള്ള ബൈബിള് നോക്കി വചനങ്ങൾ എഴുതി എന്റെ കഴുത്തില് ഒരു കാർഡ്ബോർഡ്, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും, കർത്താവിന്റെ ദാസന് ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും, പിള്ളേരുടെ കഴുത്തുകളിലെല്ലാം അങ്ങനെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഇത് എവിടെ നിന്ന് വരുന്ന ഒരു പാർട്ടികൾ എന്ന് പറഞ്ഞ് വചനം വായിക്കുകയും ചെയ്യും, ഞങ്ങളെ കണ്ട് അവർ പരിഹസിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി. കടൽക്കര ഓരങ്ങളില് ആഹാരമൊക്കെ കഴിച്ചിട്ട് കുറെ സഹോദരിമാർ ഇങ്ങനെ വളഞ്ഞിരുന്ന് അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഇടത്തില് ഞങ്ങൾ പോയി ഒരു പരസ്യം നടത്തും, പാട്ട് പാടും. ഒരേ ഒരു തമിഴ് പാട്ട് മാത്രമേ അപ്പോൾ ഞങ്ങൾക്ക് അറിയാവൂ. ആ പാട്ട് തന്നെ എല്ലായിടത്തും ഞങ്ങൾ പാടും. എനക്കായി ജീവൻ വിട്ടവരേ, എന്നോടിരുക്ക എഴുന്തവരേ, എന്നെ എന്നും വഴി നടത്തുവരേ, എന്നെ സന്ധിക്ക കണ്ടിടുവരേ. ഈ പാട്ട് എല്ലായിടത്തിലും ഈ ഒരു പാട്ട് പാടി അതിനുശേഷം കർത്താവിന്റെ ദാസൻ കുറച്ച് വചനമെല്ലാം സംസാരിച്ച് ഞങ്ങളുടെ കയ്യിലിരുന്ന ട്രാക്ടറുകള്, പുതിയ ഏർപ്പാടെല്ലാം ഞങ്ങളുടെ സഹോദരിമാർക്ക് കൊടുക്കും. അവരിത് കണ്ടിട്ട്, ഞങ്ങളെ കണ്ടിട്ട്, എവിടെന്നോ വന്നിരിക്കുന്ന പരദേശികള്, ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഉദവി ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അവരെ കൊണ്ട് ട്രാക്ടർ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും അല്പം കൊടുക്കും. അതെല്ലാം ഞങ്ങൾ ശേഖരിച്ച് ഒരു കാണിക്കയായിട്ട് ശേഖരിച്ച് ഞങ്ങൾ ഇരിക്കുന്ന ആ മീൻ ഷെഡിന്റെ അടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ വന്ന് കുറച്ച് അരി വാങ്ങി ഞങ്ങൾക്ക് പാത്രങ്ങളെല്ലാം കൊണ്ടുപോയത് കൊണ്ട് അതിൽ അവിടുത്തെ തെങ്ങ് തോപ്പിന്റെ അടുത്താണ് ഞങ്ങൾ ഇരുന്നത്. കുറെ ചൂട്ട് വിറകെല്ലാം എടുത്ത് ഞങ്ങൾ കഞ്ഞി വെച്ച് അന്നത്തടം കഴിയും. ഇങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ കഴിച്ചുകൊണ്ട് 2 ആഴ്ച അവിടെ ഇരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ലാസ്റ്റ് സമയം വന്നപ്പോൾ ദിനകരൻ അയ്യ രാമനാട് ഡിസ്ട്രിക്റ്റില് പ്രസംഗം ചെയ്യാൻ വരുന്നു എന്ന് കേൾവിപ്പെട്ടു. പോകാനായിട്ട് വഴിയില്ല.
എങ്ങനെ പോകും? പോകാൻ പറ്റത്തില്ല, കാശില്ല കയ്യില്. എന്റെ ഭർത്താവ് പറഞ്ഞു, സരോജം നമുക്ക് ഈ മീറ്റിങ്ങിന് പോകണം, അവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, ആ മീറ്റിങ്ങിന് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുമില്ല, നമുക്ക് അവിടെ പോകണം. ഞാൻ പറഞ്ഞു, എങ്ങനെ പോകും? അത് നമുക്ക് പോകാം. എങ്ങനെ? കള്ള ട്രെയിൻ കയറി പോകണം. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുള്ളതല്ല, അന്ന് ചെയ്തതുപോലെ ഒരു നാളും ചെയ്തിട്ടുമില്ല, അതുവരെയും ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല. കള്ള ട്രെയിൻ കയറി പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന്. അപ്പൊ പപ്പ പറഞ്ഞു, സരോജോ, നമ്മളെ പിടിച്ചാ ജയിലിലിടും, നമുക്ക് അവിടെ അല്പം ആഹാരം അവർ തരും. ഈ ആഹാരം തരുമെന്ന് പറഞ്ഞ ഉടനെ ശരി, എന്നാ പിന്നെ നമുക്ക് പോകാം. അപ്പം ചിന്തിക്കണം, ആ സമയം എന്തുമാത്രം ഒരു പരിതസ്ഥിതിയിലൂടെ കടന്നു പോകുന്നതെന്ന്. ഞങ്ങൾ പോയി, കുഞ്ഞുങ്ങളെ തൂക്കിക്കൊണ്ട് ഞങ്ങൾ ട്രെയിൻ കയറി. കർത്താവിന്റെ കൃപയാല് ഭാഗ്യവശാൽ TTR ഒന്നും വന്നില്ല, ഞങ്ങളെ പിടിച്ചില്ല. ട്രെയിൻ അവിടെ പോയി ഇറങ്ങി, മീറ്റിങ്ങിന് പോയി. ലാസ്റ്റിൽ തന്നെ ഞങ്ങൾ ഇരുന്ന്, ഞങ്ങളുടെ കയ്യിൽ അല്പം ട്രാക്റ്റും പുതിയ ഏർപ്പാടെല്ലാം ഇരുന്നു. ലാസ്റ്റിൽ ഇരുന്നു ഈ കർത്താവിന്റെ ദാസൻ, അന്നാണ് അദ്ദേഹത്തെ ഞങ്ങൾ നേരടിയായിട്ട് കാണുന്നത്. അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് തന്നിലൂടെ സംസാരിച്ചു. സരോജിനി എന്ന് പേരുള്ള സരോജമ്മേ, എന്നെ വീട്ടിൽ സരോജം എന്നാണ് വിളിക്കുന്നത്, നീ കടന്നു പോകുന്ന പാത വ്യത്യാസമായ പാതയിലൂടെ നീ കടന്നു പോകുന്നു. എന്റെ വാക്ക് കേട്ട് നീ ഇറങ്ങി വന്നതിനാല് നീ പലവിധമായ പ്രയാസങ്ങൾ, ശ്രമങ്ങൾ നീ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നിങ്ങളെ കൊണ്ട് ഞാൻ മഹത്വമായ കാര്യങ്ങൾ ചെയ്യും എന്നിങ്ങനെ അദ്ദേഹം പ്രവചിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും, കർത്താവിന്റെ ദാസനും ഞാനും, മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾ കണ്ണീര് വിട്ട് കരയുകയാണ്. കർത്താവെ, ഇവിടെയും അങ്ങ് കാണുവാൻ അങ്ങയുടെ കണ്ണ് ഇവിടേക്ക് കടന്നു വന്നല്ലോ, ഞങ്ങളെ കാണുന്ന ഒരു കണ്ണ് ഞങ്ങളോട് കൂടെ വരുന്നുവല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ഞങ്ങൾ കണ്ണീരോടെ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മീറ്റിംഗ് എല്ലാം നല്ല വിധമായി മുടിഞ്ഞ് ആ മീറ്റിംഗ് തീർന്ന ഉടനെ ചില ആളുകള്, ഞങ്ങളെ പരിചയമില്ലാത്തവരും പലരും, എങ്ങനെയാണെന്ന് അറിയത്തില്ല, കുറച്ച് പൈസകൾ ഞങ്ങളെ കയ്യിൽ കൊണ്ടു തന്നു. ഞങ്ങൾ ആരോടും ഒന്നും ചോദിച്ചില്ല, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നു. അത് ദൈവം ചെയ്തതാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ കൊണ്ടുവന്ന ഉടനെ ഞങ്ങൾ മീറ്റിംഗ് തീർന്ന ഉടനെ പോയി ഹോട്ടലിൽ പോയി എല്ലാവരും വയറു നിറയെ ആഹാരം കഴിച്ചു. എന്നിട്ട് ബാക്കി കാശ് കയ്യിലുണ്ടായിരുന്നു. ആ കാശുമായിട്ട് ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുത്ത് പാമ്പലിലേക്ക് ഇറങ്ങി. പാമ്പലിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പാമ്പലിൽ നിന്ന് രാമനാട്ട് പോകാൻ ടിക്കറ്റ് എടുക്കാത്ത ആ ടിക്കറ്റ് വാങ്ങിച്ച് ഞങ്ങൾ കീറിക്കളഞ്ഞു. ഗവൺമെന്റിനുള്ള കാശ് നമ്മളെ കയ്യിൽ ഇരിക്കരുത്, ഒരിക്കലും ഒരു 5 പൈസ കൂടെ അടുത്തവന്റെ കാശ് നമ്മളെ കയ്യിൽ ഇരിക്കരുത്. ഒരു മുട്ടു സൂചി കൂടെ അടുത്തവരുടെ കാശ് നമ്മളെ കയ്യിൽ ഇരിക്കരുത്. നമ്മുടെ കാശ് അവരുടെ കയ്യിൽ ഇരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഇരിക്കരുത് എന്നുള്ളതായ ഒരു വലിയ ചിട്ട ഞങ്ങളുടെ ജീവിതത്തില്, എൻ്റെ ഭർത്താവിന്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവം ഇന്ന് വരെ തന്നിട്ടുണ്ട്. അതിനായി ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കി മാറ്റും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദത്തിനൊത്തവണ്ണം കൃപയാൽ ദൈവം ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരുടെ 5 പൈസ ആഗ്രഹിച്ചോ മോഹിച്ചോ ഇന്ന് വരെയും സുവിശേഷ വേല ചെയ്തിട്ടില്ല. എന്നാൽ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി, അതിശയകരമായി കർത്താവ് നടത്തുന്നു എന്നുള്ളതില് ഒരു സംശയവുമില്ല. ഈ സാക്ഷികളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ രാമേശ്വരത്തിലേക്ക് കടന്നു വന്ന ഈ സിസ്റ്റർ ഇങ്ങനെ സാക്ഷി പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെയെല്ലാം ഇരിക്കുന്നെന്ന് നിങ്ങൾ കാണത്തക്ക വിധത്തില്, അതിശയിക്കുന്ന വിധത്തിലാണ് ദൈവം ഇന്ന് ആളുകളിൽ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവം ആർക്കും കടക്കാരനല്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് ഇവിടേക്ക് ഷെഡിലേക്ക്, മീൻ ഷെഡിലേക്ക് കടന്നു വന്നു. അടുത്ത ദിവസം ആ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് കാലി ചെയ്യണം. ആരോ പറഞ്ഞു കൊടുത്തു, അത് ഈ സിസ്റ്റർ ഇവിടെ ഇരുന്ന ഇവിടെ ഡെലിവറി ആകും, നിങ്ങൾക്ക് ഇനി മീൻ തൂക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുന്നതാണ് നല്ലതെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. ഉടനെ പുള്ളി അത് പറഞ്ഞപ്പോൾ 2 ആഴ്ച കാലം ഞങ്ങൾക്ക് തന്നതേ വലിയ സന്തോഷം. അല്പം പൈസ ഞങ്ങളുടെ കയ്യിൽ ഇരുന്നത് വെച്ച് ഞങ്ങൾ ട്രെയിൻ കയറി രാമേശ്വരത്തിലേക്ക് കടന്നു വന്നു. രാമേശ്വരത്തിൽ വന്നപ്പോൾ അവിടെ ഒരു സത്രത്തിലേക്ക് താമസിക്കുവാൻ തക്കോണം ഞങ്ങൾ ആഗ്രഹിച്ചു. സത്രക്കാരനോട് പോയി ചോദിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല, ഇവിടെ കളക്ടർ ഇന്ന് വരികയാണ്, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ആരെയും താമസിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത്, യേശുവിന്
പറക്കുവാൻ തക്കോണോ ഒരു സത്രം കൂടെ കിട്ടിയില്ല. പിന്നെ നമുക്കെന്താ അത് വലിയ അതിശയമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡിന്റെ വാറുകാലിൽ ഇങ്ങനെ തിങ്സുമായി ഞാൻ നിൽക്കുമ്പോൾ ചിന്തിച്ചു. ഒരാൾ വന്ന് പറഞ്ഞു, ഇനി ഒരു അല്പം ദൂരം അങ്ങോട്ട് പോയാൽ ഒരു സത്രമുണ്ട്, അവിടെ നിങ്ങൾക്ക് 3 ദിവസം ഫ്രീ ആയി താമസിക്കാമെന്ന് പറഞ്ഞു. അവിടേക്ക് സാധനങ്ങൾ, ഒരു സിസ്റ്ററെ കൂട്ടി സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസത്തേക്ക് താമസിക്കുവാൻ ഒരു പെർമിഷൻ തന്നു. അതിനകത്തേക്ക് കടന്നു. ഞങ്ങളുടെ സാധനങ്ങളും വെച്ച് ഒരു പായ് മാത്രം ഇരിക്കത്തക്കതായ ഒരു ചെറിയ റൂം, അതിന്റെ ഫ്രണ്ടിൽ ഒരു വരാന്ത. ഈ വരാന്തയിൽ 2 ആൺമക്കളും എന്റെ കർത്താവിന്റെ ദാസനുമായി അവർ കിടക്കും. ഞാനും എന്റെ പെൺമകളും അകത്ത് ഞങ്ങൾ കിടക്കും. 3 ദിവസം എന്ന് പറഞ്ഞത് നീണ്ട് ഓരോ ദിവസവും ഞങ്ങൾ വീട് തേടും, വീട് കിട്ടത്തില്ല. കടേശിയില് 22 ദിവസം അതിനകത്ത് താമസിക്കേണ്ടിയായിട്ട് വന്നു. ഇതിനിടയ്ക്ക് എനിക്ക് പ്രസവ വേദന വന്നു. എന്ത് ചെയ്യാനൊന്നും അറിയത്തില്ല. കർത്താവേ, ഞങ്ങൾക്കൊരു വീട് കിട്ടിയതിന് ശേഷം അതിനകത്ത് ഒരു സൗകര്യവുമില്ല, പ്രൈവസി ഒന്നും ഇല്ല. അതിന് എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് എനിക്ക് പ്രസവ വേദന വന്ന് ഞങ്ങൾ 2 പേരും കൈപിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഒരു വീട് കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് അവസരം തരണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഒരു മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റ് ലീഡർ, സുഖമില്ലാതെ ആശുപത്രി കിടന്ന് അയാൾ പോയി കണ്ടു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അയാൾ പറഞ്ഞ് നിങ്ങൾക്കൊരു വീട്. അദ്ദേഹത്തിന് അടുത്ത ദിവസം നല്ല സുഖമായി, ബെഡിൽ എഴുന്നേറ്റിരുന്നു. എന്താ എന്നെ കാണാൻ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊരു വീട് വേണം എന്ന്. അപ്പൊ എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിന്റെ താക്കോല് അടുത്ത വീട്ടുകാരുടെ കയ്യിലുണ്ട്, നിങ്ങൾ വാങ്ങിച്ച് തുറന്നോളാൻ പറഞ്ഞു. ഒരു വാടകയോ അഡ്വാൻസോ ഒന്നും ചോദിച്ചില്ല. ഒരു പഴയ വീടാണ്, 1951 കെട്ടിയ ഒരു ഓട്ട് വീടാണ്. എന്നാലും അപ്പോഴും ഞങ്ങൾക്ക് അതൊരു പാലസ് പോലെ ആയിരുന്നു. ആ വീട്ടിന്റെ അതിനകത്ത് കയറി 14 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു നല്ല ഡെലിവറി കർത്താവ് തന്നു. അതൊരു വലിയ സംഭവമാണ്. അതിനകത്ത് കർത്താവ് ചെയ്തതായ കാര്യം, ഒരു നേഴ്സിനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് എന്റെ കൈ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞ്, ഇവിടെ വീട്ടിൽ പ്രസവം നടക്കത്തില്ല, ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന്. ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒന്നും നമുക്ക് കാശ് 5 പൈസ കൂടെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് പോകാൻ സാധ്യമല്ല. ആ പുള്ളിക്കാരി പറഞ്ഞു, ഞാനൊരു ഗവൺമെന്റ് നേഴ്സാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ജോലി പോകും, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ജീവൻ തരുന്നുവെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സേവ ചെയ്യും. ഇല്ല, കർത്താവ് എന്റെ ജീവൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നു എങ്കിൽ എനിക്കിവിടെ ആരുമില്ല. എന്റെ ഭർത്താവ് പ്രാർത്ഥനയിൽ അങ്ങനെ ഉറ്റിരിക്കുകയാണ്, വേറെ ആരും എനിക്കില്ല. എന്റെ കർത്താവ് എനിക്ക് സുഖം തന്ന് വിടുവിക്കുന്നുവെങ്കിൽ അങ്ങനെ ആകട്ടെ, ഇല്ലെങ്കിൽ എന്റെ ജീവനെ എന്നെ പരിശുദ്ധപ്പെടുത്തി എടുത്തുകൊള്ളണം, വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തീർന്ന ഉടനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ എന്റെ മേൽ കടന്നു വന്ന ഞാൻ അന്യഭാഷകളിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദന അറിയാതെ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇത് വെളിയിൽ കേട്ടുകൊണ്ട് നിന്നതായ നേഴ്സ് പിള്ളയുടെ ശബ്ദം കേട്ട് ഓടി വന്ന എന്നോട് എല്ലാ പ്രിമിലറി കാര്യങ്ങൾ ചെയ്തു. എന്നാൽ പ്രാർത്ഥന നിർത്താൻ കഴിയത്തില്ല. എന്റെ കൈകാലുകളെല്ലാം ഷേക്കിംഗ് ആയിരുന്നു. പുള്ളിക്കാരി വിചാരിച്ചു ഇവർക്ക് എന്തോ ഒരു അസുഖം പിടിച്ചു, വെട്ടുവിറയലോ എന്തോ വന്നതാണെന്ന് അവർ ചിന്തിച്ചു. പെട്ടെന്ന് അവർ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുഞ്ഞിനെ എടുത്ത് എന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട്, അവർക്ക് കൊടുക്കാൻ കൂടെ ഒരു 5 രൂപ ഞങ്ങളുടെ കയ്യിൽ അന്നില്ലായിരുന്നു. അവർ പോയി വേഗമായി വീട്ടിൽ പോയി. കർത്താവിന്റെ കൃപയാൽ എന്നെ കർത്താവ് അത്ഭുതകരമായി കാത്തു. അവർ പോയി തന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് ഒരു ടോൾ മാൻ ആണ്, ഒരു വലിയ പോലീസുകാരനാണ്. ഈ ഇടക്കാലത്താണ് അദ്ദേഹം മരിച്ചത്. അതുവരെ അദ്ദേഹം ജീവനുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് പോയി പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇതുപോലെ എനിക്കൊരു സംഭവം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ കർത്താവിന്റെ ദാസന്റെ അടുക്കൽ വന്ന് ഒരാഴ്ച കാലം സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ടത് കൊത്തവണ്ണം താൻ യേശുവിനെ ഏറ്റുകൊണ്ടു കർത്താവിന്റെ കൃപയാലെ രാമേശ്വരം കടലില് അദ്ദേഹത്തിന് സ്നാനം കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മരണത്തിന്റെ അടുക്കലേക്ക് എത്തിയതായ എനിക്ക് ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ച്, മാത്രമല്ല ഇനി ഒരു ജീവിതത്തെ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ കൂടെ കർത്താവ് അതിമുഖാന്തരം ഇടയാക്കി എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ പിന്നെയും അവിടെ ഭാര്യ, അവിടെ മക്കൾ, അവരുടെ സഹോദരിയുടെ മകൻ, അവരെല്ലാം രക്ഷിക്കപ്പെടുവാൻ തക്കണം ദൈവം ഇടയാക്കി. ഇങ്ങനെ കർത്താവ് ഓരോരുത്തരെ രക്ഷിക്കുവാൻ തുടങ്ങി. എന്നാൽ ഞാൻ പ്രസവിച്ച് 10 ദിവസം വരെ കൂടെ നല്ല വയറു നിറയെ ആഹാരം കഴിപ്പാൻ ഇല്ലായിരുന്നു. കർത്താവ് നടത്തി. ആ ദിവസങ്ങളിലെല്ലാം വളരെ ഡിസെൻട്രിനാൽ, ഈ ചൂടിന്റെ പ്രയാസത്തിനാൽ വളരെ കഷ്ടമായിരുന്നു. ഒരു നാരങ്ങ വാങ്ങി പിഴിഞ്ഞു കുടിക്കാൻ കൂടെ ആ സമയത്ത് കാശില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് കടന്നുപോയതെന്ന് എനിക്കെല്ലാം വിവരിക്കാൻ കഴിയുന്നില്ല. അത് ഓരോ ദിവസമുള്ള കാര്യം ഒരു ചെറിയ ബുക്കിലേറ്റ് എഴുതുവാൻ തക്കണം കഴിയും. അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. പട്ടിണി, വളരെ പിള്ളേര് വിഷമിച്ച് വയറ് വിശന്ന് കരയുമ്പോൾ അവരെങ്ങനെ അമർത്തുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളതായ സാഹചര്യത്തില് തഞ്ചാവൂരിലുള്ളതായ ഒരു TTR, അവിടെ രാമേശ്വരത്തില് ട്രെയിനിൽ വരുന്ന ഒരു TTR ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം കണ്ടും മനസ്സിലാക്കിയിട്ടും അദ്ദേഹം പോയി. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു ചാക്ക് അരി ഞങ്ങൾക്ക് വേണ്ടി തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്നു. അവരുടെ ഭാര്യ അത് അറിഞ്ഞിട്ട് അവരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ളതായ കായ്കറികൾ, മറ്റു സാധനങ്ങളെല്ലാം വാങ്ങി തന്ന് ഞങ്ങളോട് കൂടെ താമസിച്ചിട്ട് കടന്നുപോയി. ഇങ്ങനെ കാക്കയെ കൊണ്ട് എലിയാവിനെ പോഷിപ്പിച്ചതുപോലെ ദൈവം ഞങ്ങളെ ഓരോ ദിവസവും പോഷിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയാല് കുഞ്ഞിനെ പ്രസവിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ കൃപയാൽ ഈ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് കൊടുക്കുവാൻ കർത്താവ് എനിക്കും കൃപ തന്നു. ഒരു ദിവസം കൂടെ കർത്താവിന്റെ ദാസനും ചുമ്മാ ഇരിക്കത്തില്ല, അവർ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളും കർത്താവിന്റെ കൃപയാല് ഓരോ ദിവസവും ഓരോ ഗ്രാമങ്ങളിൽ എങ്ങനെയെങ്കിലും സന്ദർശിക്കണമെന്ന് പറഞ്ഞ് 42 മെയിൻ ഗ്രാമങ്ങളുണ്ട്. ഈ 42 മെയിൻ ഗ്രാമങ്ങളിലും എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കണമെന്നുള്ള കാര്യത്തില്, അത് പട്ടിണിയോ പശിയോ എന്തായാലും ശരി, സുവിശേഷം അറിയിക്കണം എന്നുള്ളതായ ആ വൈരാഗ്യത്തോടെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ പട്ടിണിയായിരിക്കുന്ന കണ്ടുകൊണ്ട് പോകും. കടക്കരയിൽ പോയി സുവിശേഷം അറിയിച്ചിട്ട് പടവും കാണിച്ചിട്ട് അവിടെ കിടക്കും. അപ്പോൾ അവിടെ മീൻ പിടിക്കാറ് അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കും, അത് കഴിച്ചിട്ട് അവിടെ കിടക്കും. ഞങ്ങളിവിടെ പലപ്പോഴും ആഹാരമില്ലാതെ പട്ടിണിയായിരിക്കും. രാവിലെ നോക്കുമ്പോൾ കടക്കരയിൽ നിന്ന് മീനുമായിട്ട് ആരെങ്കിലും ഒരാളെ കർത്താവിന്റെ ദാസൻ അയക്കും. ഈ മീന് ഒന്നുമില്ലെങ്കിൽ ഇതിനെ ഒന്ന് വേവിച്ച് ചാപ്പിടാനായിട്ട് പറഞ്ഞ് ഞങ്ങളെ അങ്ങനെ പല നാളുകൾ ഇങ്ങനെ ഞങ്ങളെ ജീവിതം കഴിച്ചു കൂട്ടി. 1.5 വർഷം ഒരു നേരം പ്രോപ്പറായി ആഹാരം കഴിക്കുവാനില്ലാതെ കഷ്ടപ്പെട്ടു. എന്നാലും വീട്ടിൽ ഞങ്ങൾ ഇരിക്കത്തില്ല. കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെ ഓടി നടന്ന് കർത്താവിന്റെ വേല ഞങ്ങളോടുകൂടെ പല ടീമുകൾ കടന്നു വന്നു. മാവേലിക്കര, അതുപോലെ തിരുവല്ല, ഇങ്ങനെയുള്ള ബൈബിൾ സ്കൂളുകളിൽ നിന്ന് പല സഹോദരന്മാരും ഞങ്ങളോട് കൂടെ വന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവരെല്ലാം ഞങ്ങൾ പോകുന്ന ഈ പട്ടിണിയും ഈ കഷ്ടത്തിലും എല്ലാം അവർ അനുഭവിച്ചു. അവരൊന്നും മുറിമുറുത്തില്ല. രാവിലെ കടന്നു പോകുമ്പോൾ ഒന്നുമില്ല. രാത്രി അവർ വൈകുന്നേരത്ത് വരുമ്പോൾ എന്തെങ്കിലും 1 കിലോ അരി വാങ്ങിക്കൊണ്ടുവരും. അതേ കഞ്ഞി വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ് പതിവ്. രാവിലെ ആ കഞ്ഞിവെള്ളം കിടക്കും. അതിലെ രാവിലെ എൻ്റെ 3 കുഞ്ഞുങ്ങള് ഓരോ പാത്രമായി വന്ന് നിൽക്കും, അമ്മ എനിക്ക് ഇച്ചിരി വെള്ളം തരണമെന്ന്. അത് ഞാൻ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് പോകുമ്പോൾ അവൻ പറയും, അടിയിൽ നിന്ന് എനിക്ക് താങ്ങാൻ. അങ്ങനെ ചോദിക്കും. അങ്ങനെ അടിയിൽ നിന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരല്പം ചോറ് അതിൽ കിടക്കും. അങ്ങനെയാണ് ഓരോ ദിവസവും കർത്താവിന്റെ കൃപയാൽ നടന്നു. എന്നാലും ഞങ്ങൾ മടുത്തുപോയില്ല, ദുഃഖപ്പെട്ടില്ല. സന്തോഷത്തോടെ അത് അനുഭവിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അത് നിമിത്തം ഈ 42 ഗ്രാമങ്ങളിലും കർത്താവിന്റെ വേല സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് ഇടയാക്കി. പല ഗ്രാമങ്ങളിലും പോകുമ്പോൾ ഞങ്ങളെ വിരട്ടി അടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മൈക്കുകളെ പിടുങ്ങിയിട്ടുണ്ട്. അതെല്ലാം ചെയ്താലും പിന്നെയും അവിടേക്ക് തന്നെ ഞങ്ങൾ കടന്നു പോകുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവിന്റെ ദാസൻ പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. അതുകൊണ്ട് മരണമെന്ന് നമുക്കൊരു വലിയ കാര്യമല്ല. കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന് ഓരോ പ്രാവശ്യവും ധൈര്യപ്പെടുത്തി ഞങ്ങളെ ഉറപ്പിച്ച് അവർ ഞങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം ഞങ്ങൾക്കൊരു വലിയ ഒരു കാഴ്ചപ്പാട് തന്ന് യേശു കഴിഞ്ഞ കർത്താവിന്റെ ദാസൻ എനിക്ക് വളരെ ഒരു മാതൃകാ പുരുഷനായിരുന്നു. അവരിലുള്ളതായ അനേക കാര്യങ്ങളെ കണ്ടുപിടിക്കുവാനും കർത്താവ് കൃപ എനിക്ക് തന്നതിനാല് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്.
അങ്ങനെ കർത്താവിന്റെ കൃപയാല് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മാക്കളെ ദൈവം തരുവാൻ തുടങ്ങി. അതേ വീട്ടിൽ തന്നെ ഞങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ കൃപയാല് മുതൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം മാത്രം ആരാധിച്ചെടുത്ത് ഇപ്പോൾ 1, 2 അങ്ങനെ പല ആത്മാക്കളും വരുവാൻ തുടങ്ങി. വന്ന ആത്മാക്കളെ അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ അഭ്യസിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ 10 വർഷക്കാലം ആ വീട്ടിൽ താമസിച്ചു. അതിനകത്ത് പാമ്പ്, തേള് ഇതെല്ലാം അതിനകത്തുണ്ട്. ഞങ്ങൾ വന്ന അടുത്ത വർഷം തൊട്ട് മഴ പെയ്യുവാൻ തുടങ്ങി. മഴ പെയ്തപ്പോൾ ആ തേള് കൂട്ടങ്ങളെല്ലാം ഇങ്ങനെ കടന്നു വരുവാൻ തുടങ്ങി. ഒരു 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 ഗുഹയ്ക്കകത്തിൽ നിന്ന് 92 തേളെ എന്റെ മകൻ 2 മക്കളും ചേർന്ന് ഇടിച്ചു കൊന്നു. അതിന് ഞാൻ എണ്ണുകയായിരുന്നു. 92 തേള്. അതുപോലെ ഒരു പാമ്പ്. ആ പാമ്പ് അതിനകത്ത് താമസിച്ചിരുന്ന് ഞങ്ങളെ കാണുമ്പോൾ അത് തലപൊക്കും, ഞങ്ങളെ കാണുമ്പോൾ തലവലിക്കും. അങ്ങനെ ഇരുന്നതായ പാമ്പ് ഒരു ദിവസം അത് ഓടിപ്പോയി. പിന്നെ ഇപ്പൊ ഞങ്ങൾ സ്വസ്ഥമായിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. തേളോ പാമ്പോ ഞങ്ങളെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. അതുപോലെ കർത്താവിന്റെ കൃപയാല് ഒരു ബാത്റൂം കൂടെ ആ വീട്ടിലില്ല. ഞങ്ങൾ പബ്ലിക് ബാത്റൂമിലാണ് പോകേണ്ടി വരുന്നത്. ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകണം. അങ്ങനെയുള്ളതായ ചില സംഭവങ്ങൾ. അങ്ങനെ ഇരുന്നാലും കൂടെ ഇതിനൊന്നും ഞങ്ങൾ മുറിമുറുക്കില്ല. കേരളത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആഹാരമില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്ന് പോകും. നമുക്ക് കർത്താവ് പറഞ്ഞ സ്ഥാനത്തല്ലാതെ വേറെ എവിടെ പോകാൻ സാധിക്കും? അതുകൊണ്ട് ഞങ്ങള് അത് സഹിക്കുവാനുള്ള കൃപ കർത്താവ് ആ നാളുകളിൽ തന്നു എന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ കഴിവല്ല, നമ്മുടെ പഠിപ്പല്ല, പണമല്ല, ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ. അങ്ങനെ 10 വർഷക്കാലം അവിടെ ഞങ്ങൾ താമസിച്ചു. ഭയങ്കര ചൂട്. അവിടെ ഇരിക്കുമ്പോൾ ചിക്കൻ ബോക്സ്, അതുപോലെ മഞ്ഞ നോവ് ഇതെല്ലാം ഞങ്ങൾക്ക് വരും. കർത്താവിന്റെ കൃപയാണ് അതെല്ലാത്തിൽ നിന്നും ദൈവം സൗഖ്യം തന്ന് ഓരോ ദിവസവും കർത്താവ് വഴി നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപയാണ് ഒരു 20 സെന്റ് സ്ഥലം വാങ്ങുവാൻ തക്കോണം കർത്താവ് ഒരു ദൈവാസം മൂലമായി ഞങ്ങൾക്ക് ഇടയായി. അത് വാങ്ങി അതിനെ കെട്ടുവാൻ തുടങ്ങുമ്പോൾ വളരെ പ്രശ്നങ്ങളുണ്ടായി. 4 ചുറ്റും ഹിന്ദുക്കളുടെ ഏരിയ, ക്ഷേത്രങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇവിടെ നടുവിൽ ഇവർ വന്ന് സുവിശേഷ വേല ചെയ്യാൻ വന്നിരിക്കുന്ന, ഇവരാ ചർച്ച വയ്ക്കാൻ വന്നിരിക്കുന്നെന്ന് പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ 1.5 വർഷക്കാലം കേസും വഴക്കും പ്രശ്നവുമായിരുന്നു. അതിനുശേഷം കർത്താവിന്റെ കൃപയാൽ അവിടെ വീട് കെട്ടുവാൻ കൊണ്ട് ഇടയായി. ബത്തേൽ എന്നാണ് അതിന്റെ പേരിപ്പോൾ. ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിലാണ്. 35 വർഷമാകെ ആ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് നല്ല വെള്ളം കുടിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ വാടക വീട്ടിലിരുന്നപ്പോൾ ഉപ്പ് വെള്ളമാണ്. ഇവിടെ നല്ല വെള്ളം കിട്ടി, നല്ല കാറ്റ് വസതി, നല്ല താമസ സൗകര്യം, എല്ലാ വിധത്തിലും നല്ല വിധത്തിൽ കർത്താവ് ഞങ്ങളെ ഒരു 10 വർഷത്തിന് ശേഷം രാമേശ്വരത്തിൽ വരും മുമ്പ് 10 വർഷം കേരളത്തിൽ വേല ചെയ്തു. അതിനുശേഷം 10 വർഷം രാമേശ്വരത്തിലെ ഈ വിധமான പ്രയാസത്തിലൂടെ കടന്നുപോയി. 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് കർത്താവ് ഒരു നല്ല വീടും എല്ലാ കാറ്റുവസതിയുള്ള ഒരു വീട് തന്നു. അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങിയ ഒരു സഭ വാങ്ങുവാൻ തക്കണം, ഇടം വാങ്ങുവാൻ തക്കണം ഇടയായി. കർത്താവിന്റെ കൃപയാൽ അവിടെ അനേക ആത്മാക്കളെ കത്താൻ തരുവാൻ തുടങ്ങി. പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ, ഇതെല്ലാം ഇരുന്നാലും പല വിധത്തിലുള്ള ഉപദ്രവങ്ങളായിരുന്നു. പരസ്യവും നടത്തുവാൻ പോകുമ്പോൾ ഞങ്ങളെ പലരും ഞങ്ങളുടെ മൈക്കുകളെല്ലാം പിടിച്ചു പറിച്ച് അടിക്കും. ഞങ്ങൾ ഒരു സൈഡിൽ പരസ്യവും നടത്താൻ സഹോദരിമാര് പോകും. കർത്താവിന്റെ ദാസൻ വേറൊരു സൈഡില് സഹോദരന്മാരെ കൊണ്ടുപോകും. ഇങ്ങനെ ഞങ്ങൾ 2 സൈഡിലാകെ പരസ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് എന്നെ പരസ്യവും നടത്തിയ ഇടത്തിൽ നിന്ന് എന്നെ ഒരു മനുഷ്യൻ വന്ന് അടിച്ച് ഒരു കുതിരയെ കൊണ്ടുവന്ന് എന്റെ പല്ലില് ഇടിച്ച്, ഇനി നീ ഇവിടെ പ്രസംഗം വേണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ട്, ഇനി ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ എന്റെ കഴുത്ത് വെട്ടി എടുത്തു കളയുമെന്ന് പറഞ്ഞു. എന്നോട് കൂടെ 12 സഹോദരിമാരുണ്ട്. കർത്താവിന്റെ കൃപയാല് മൈക്കിനെ വലിച്ചു പൊട്ടിച്ചത് കൊണ്ട് അത് കറാപറാനം കേൾക്കുന്നതാണ് ഒഴിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. വാ കൊണ്ട് പ്രസംഗം ചെയ്യേണ്ടിയതിനെല്ലാം അതെ വായ് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ കൃപയാല് അയാൾ ഇടിച്ചിട്ട് പോയി കത്തിയെടുക്കാൻ പോയിട്ട് കത്തി കൊണ്ടുവരുമ്പോൾ ഭയപ്പെടുമല്ലോ, അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് തന്നെ നിന്ന്, വെട്ടുകയാണെങ്കിൽ കഴുത്തിൽ വെട്ടി എടുത്തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 70 പേരോളം അന്ന് സുവിശേഷം കേട്ടുകൊണ്ട് നിന്നു. അവർക്ക് സുവിശേഷത്തെ അങ്ങനെ പ്രാർത്ഥിച്ച് തീർന്ന് കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. അയാൾ പോയി. എൻ്റെ ഈ 2 ഭുജത്തിലും തള്ളി ഒരു ചാക്കടയിൽ ഒരു
ഓട ഒഴുകുന്ന ഇടത്തില് തള്ളിയിടാൻ ശ്രമിച്ചു. അത് നിമിത്തം ഈ കൈകൾക്ക് രണ്ടും വേദനയായി, കൈ ഉയർത്തുവാൻ കഴിയാതിരുന്നു. എന്റെ പല്ലുകൾക്ക് കുതിര വണ്ടി ഇടിച്ചതുകൊണ്ട് അപ്പോഴും വേദന അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു സഹോദരിമാരോട്, നമുക്ക് ഇന്നും പോകാം, ഇന്നും ചിലയിടങ്ങളിൽ പരസ്യവും നടത്തിയിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പിന്നെയും ഒരു 3 പരസ്യവും കൂടെ നടത്തിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ കൈ ഉയർത്താൻ പറ്റത്തില്ല, പല്ല് വേദന എടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് അവിടെ ഒരു പ്രാർത്ഥന നടന്നു. ആ പ്രാർത്ഥനയില് ദൈവാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷയിൽ പേശി കൈകളെ അടിച്ച് പ്രാർത്ഥിച്ചു. അതിനിമിത്തം ഈ കൈക്കുണ്ടായിരുന്ന കെട്ടുകളെ കർത്താവ് അങ്ങ് അഴിച്ചു മാറ്റി നല്ല സുഖത്തെ കർത്താവ് തന്നു. പല്ല് ഇങ്ങനെ നീണ്ടു വരുവാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ വച്ചിരിക്കുന്ന പല്ല് എന്റെ സ്വന്തം പല്ലല്ല, കർത്താവിന്റെ കൃപയാൽ. ദൈവത്തിന് സ്തോത്രം, നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടത്തില്ല. പിന്നെ പല്ലുകളെല്ലാം ഊരിയെടുത്തിട്ട് ഇപ്പോൾ വെയ്പ്പ് പല്ലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ അതിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം എല്ലാവർക്കും ഈ ഭാഗ്യവത കിട്ടത്തില്ല. എത്രയോ പേർക്ക് ആക്സിഡന്റിൽ പല്ല് പോയി വെക്കുന്നുണ്ട്, ചോരിൽ മുട്ടി വയ്ക്കുന്നുണ്ട്, മനുഷ്യരാൽ അടി വാങ്ങി പല്ലുകൾ പോയി പല്ല് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഈ പല്ലുകൾ പോയതില് ഞാൻ സന്തോഷപ്പെടുകയാണ്. ഇതിനു വേണ്ടി ഒരു ഭാഗ്യം ദൈവം തന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഇതൊക്കെല്ലാം അപ്പുറമായിട്ട് പറയുവാനുള്ളത്, ഞങ്ങൾ ഈ ഉപദ്രവങ്ങള് കഷ്ടങ്ങൾ അനുഭവിച്ചാലും അവിടെ എല്ലാം ആത്മാക്കളെ കർത്താവ് ഉരുവാക്കി, അവിടെ നിന്ന് സുവിശേഷ വേലക്കാരെ കർത്താവ് ഉരുവാക്കി എന്നുള്ളതാണ് എനിക്ക് പറയുവാൻ സന്തോഷമായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ ഇങ്ങനെ ബുധനാഴ്ച ഒരു പ്രാർത്ഥന നടത്താൻ പോകും. ആ പ്രാർത്ഥന നടത്താൻ പോകുന്ന സറൗണ്ട് ഏരിയയിൽ ഉള്ളതായ ആളുകൾ ഹിന്ദുക്കളും അതുപോലെ ആർച്ചിക്കാരും ഒക്കെ നിറഞ്ഞ ഒരു ഗ്രാമമാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ വരുന്ന ഒരു വിശ്വാസിയുടെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കും. അവർക്ക് ആ ദേശത്തിലുള്ളവർക്ക് ഇഷ്ടമില്ല. അപ്പൊ നടത്താൻ പോകുന്നത് ചിലപ്പം കർത്താവിന്റെ ദാസൻ മറ്റിടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയാൽ ഞാൻ പോയി നടത്തും. അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇവരിനി ഇവിടെ വരരുത്, ഇവർക്ക് വരാതിരിക്കാൻ ഇവർക്ക് എന്തെങ്കിലും ഒരു വഴി ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ ചേർന്ന്, ഒരു 2 വീട്ടിലെ സഹോദരിമാര് ചേർന്ന് ചൊവ്വാഴ്ച രാത്രിയെ ഒരു ബക്കറ്റ് എടുത്ത് കുറെ പശുവിന്റെ ചാണവും അതുപോലെ മനുഷ്യന്റെ വേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് കലക്കി വെച്ചിരുന്നു. ഇവർ വരുമ്പോൾ ഇവർക്ക് ഒരു പ്രസന്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവർ കലക്കി തലേ ദിവസമേ വെച്ചിരുന്നു. പിറ്റാം ദിവസം ഞങ്ങൾ പോകുന്നു. അവിടെ പോയി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോഡിലേക്ക് കയറി വരുമ്പോൾ അല്പം ഇരുട്ടായിരിച്ചു. അപ്പം ഈ സൈഡ് റോഡാണ്, സർവീസ് റോഡ്. ആ റോഡിലൂടെ 2 പേര് പുറകെ നിന്ന് സംസാരിച്ചുകൊണ്ട് വരുന്നത് പോലെ കേട്ടു. അവർ ബക്കറ്റും ഒരു വലിയ നമ്മുടെ ചിരട്ട തവി, ആ തവി പോലത്തെ നീണ്ട തവിയും അതിനകത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പം റോഡെ ആരോ പോകുന്നെന്ന് ചൊല്ലി ഞങ്ങള് അതിന് വലിയ ഗവനമൊന്നും കൊടുത്തില്ല. അങ്ങനെ വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളുടെ മുന്നാടി കടന്നു വന്നിട്ട് ഈ ബക്കറ്റിനകത്തിരുന്ന ഈ സാധനങ്ങളെ കലക്കി എന്റെ മുഖത്തുകൂടെ ഇങ്ങനെ ഒഴിക്കുവാൻ ഇടയായി. അന്ന് ഞാൻ വെള്ളസാരിയാണ് കെട്ടിയിരുന്നത്. വെള്ളസാരി എല്ലാം കളർ സാരിയായി മാറി. അതുപോലെ എന്റെ കൂടെ വന്ന എല്ലാവർക്കും, എന്റെ മൂത്ത മകൻ ബിൽഗ്രാം അന്ന് എന്നോട് കൂടെ ഉണ്ടായിരുന്നു, അവർക്കെല്ലാം ഇങ്ങനെ തളിക്കുവാൻ തുടങ്ങി. എല്ലാവരുടെയും മേലിൽ കുറച്ച് തളിച്ചു. പക്ഷെ മുഖത്തൂടെ വന്ന ഈ ചാണകം കഴുകാനായിട്ട് ഒരു വെള്ളം കൂടെ ഇല്ല. മുഖത്തിൽ സാരി എടുത്ത് മുഖത്തെ തുടച്ചിട്ട് ശീഘ്രമായിട്ട് റോഡിൽ വന്നു. മെയിൻ റോഡിൽ വന്ന ഉടനെ ബസ് വന്ന്, ബസ് കൈ കാണിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു. ബസ് മൂവ് ചെയ്ത ഉടനെ അപ്പോ അടിച്ചതായ കടൽ, 4 ചുറ്റും കടലായതുകൊണ്ട് നല്ല കാറ്റ്, ആ കടലിൽ ഇങ്ങനെ ഉള്ള കാറ്റ് വന്ന് ജനങ്ങൾക്കെല്ലാം നാറ്റമായി. അയ്യോ, ഇവരെ ഇറക്കി വിടണോ, ഇവരിങ്ങനെ ബസ്സിൽ കയറിയതിനു ശേഷമാണ് ഈ നാറ്റം എന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുത്തത് കൊണ്ട് എന്നെ ഇറക്കി വിടാൻ പറ്റത്തില്ല. ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ആഴ്ചയില് പല നാൾ നല്ല സോപ്പുകളെല്ലാം പോയിട്ട് എല്ലാം കുളിച്ചു നോക്കി, കഴുകി നോക്കി, ആ നാറ്റം മാറിയിട്ടില്ല. അടുത്ത ബുധനാഴ്ച വരുന്നു. എന്റെ ജഡം പറയുന്നു പോകണ്ട, അമ്മ പറയുന്നു പോ എന്ന്. കർത്താവിന്റെ ആത്മാവിനനുസരിച്ച് പോകാനായിട്ട് ആഗ്രഹിച്ചു. അന്ന് ഞങ്ങൾ പിന്നെയും ആ വീട്ടിൽ മീറ്റിങ്ങിനായി പോകുന്ന സമയത്ത് ആ വീടോട് അടുത്ത് വന്നപ്പോൾ ഈ ഒഴിച്ചതായ ആ സഹോദരി എന്റെ നേരെ വരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, എന്നാ നല്ലാ ഇരിക്കീങ്ങളാ എന്ന് തമിഴിൽ ചോദിച്ചു. ഭയങ്കര കോപത്തോടെ പോ എന്ന് ചൊല്ലി എന്നെ ശാസിച്ചു. അങ്ങനെ ഞാൻ ആ സഹോദരിയുടെ ഇത് കേട്ടിട്ട് ആ സറൗണ്ടിലുള്ള വീടുകളെല്ലാം വിസിറ്റ് ചെയ്തു.
അവരുടെ വീട് വിസിറ്റ് ചെയ്യാൻ പോയി, അവർ ഏറ്റുകൊണ്ടില്ല. അടുത്ത ആഴ്ചയും പോയി. ഇങ്ങനെ ഓരോ ആഴ്ചയും പോകുമ്പോൾ അവരുടെ വീട്ടിന്റെ അടുത്ത് പോകും, വീട്ടിന്റെ പുറത്തു നിന്ന് പ്രാർത്ഥിക്കും, എല്ലാ വീടുകളിലും പ്രാർത്ഥിച്ചിട്ട് അവിടെയും പ്രാർത്ഥിക്കും. ഒരു നാൾ പോയപ്പോൾ, ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയപ്പോൾ, ആ പുള്ളിക്കാരി വന്ന് എന്നോട് കൂടെ ഇരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരണമെങ്കിൽ നിങ്ങൾ തന്നെ വരണം എന്ന് ഇങ്ങനെ പറയുവാനിടയായി. കാപ്പി ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. ഇനി ഒരു പ്രാവശ്യം വന്ന് ഞാൻ കാപ്പി കുടിച്ചോളാം അങ്ങനെ പറഞ്ഞ് ഇന്ന് കർത്താവിന്റെ കൃപയാല് അവരുടെ കുടുംബത്തിലുള്ളവങ്ങ ഏതാണ്ട് 7-8 പേര് രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതേ ഗ്രാമത്തിലെ ഏതാണ്ട് 25-ലധികം പേര് ഇന്ന് രക്ഷിക്കപ്പെട്ടു. അത് മാത്രമല്ല, വീടുകളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് എല്ലാവരും അന്യഭാഷകളില് സംസാരിക്കുന്ന മാത്രമല്ല, രോഗികൾ ആകുവാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പ്രവർത്തനം കണ്ടപ്പോൾ അവിടെ ഉള്ളതായ ഒരു കർത്താവിന്റെ ഒരു CSI, അവര് കത്തോലിക്കരായിരുന്നു. അവരിപ്പോൾ യേശുവിനെ ഏറ്റുകൊണ്ട് അവർ പറഞ്ഞു, ഞാനിവിടെ 10 സെന്റ് സ്ഥലം നിങ്ങൾക്ക് സഭ കെട്ടാനായിട്ട് തരാം, ഇവിടെ ഒരു ചർച്ച് വെക്കണം. വീടുകളിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ളതായ അനുഭവം ഉണ്ടെങ്കിൽ ചർച്ചിൽ എന്തുമാത്രം നടക്കുമെന്ന് പറഞ്ഞ് 10 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആകെ എഴുതി തന്നു. അവിടെ ഇപ്പോൾ ഒരു ചർച്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ചെയ്യുന്ന അത്ഭുത കാര്യങ്ങൾ ആ ദ്വീപ് മുഴുവനും കർത്താവിന്റെ വേല നിറയെ. അന്ന് ഞങ്ങൾ 2 സഭക്കാർ മാത്രമേ ഉള്ളൂ, കൃപാസനവും ഞങ്ങൾ മാത്രം. ഇന്ന് ഏതാണ്ട് 45-ലധികം സഭകൾ വന്നു. അന്ന് ദ്വീപ് പോലെ അങ്ങുമിങ്ങും സഭകൾ നിറഞ്ഞു. സുവിശേഷം എല്ലായിടത്തിലും ഞങ്ങൾ കൊടുക്കുവാൻ തുടങ്ങി, ട്രാക്റ്റുകൾ കൊടുക്കുവാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ആത്മഭാരം കൊണ്ട് നിറഞ്ഞ് എപ്പോഴും സുവിശേഷം അറിയിക്കണമെന്നുള്ള ഭാരം ഈ കഴിഞ്ഞ 2.5 വർഷത്തിന് മുമ്പ് തന്റെ ജീവിതത്തില് വന്നതായിട്ടുള്ള കൊറോണ സമയത്തില് രോഗനിമിത്തമായി താൻ വ്യാധിസ്ഥനായി തന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് വരുന്ന ഡോക്ടറോടും നേഴ്സിനോടും വരെ സുവിശേഷവും പറയുവാൻ തുടങ്ങും. അതിന്റെ അവസാനം ഞാൻ അതിനെ തീർക്കും. അങ്ങനെ കർത്താവിന്റെ കൃപയാല് കർത്താവിന്റെ വേല ചെയ്തു. കർത്താവിന്റെ നാട്ടിലേക്ക് ഇനി 14 പ്രാവശ്യം അടി വാങ്ങി പലവിധത്തില് ഉപദ്രവം ഏറ്റു മരിക്കக்கூடிയതായ മരണമായി. എന്നാൽ അവിടെ നിന്നെല്ലാം ദൈവം രക്ഷിച്ചു. എന്നാൽ ഇപ്രാവശ്യം ഇനി ഇതിനപ്പുറം എന്റെ മകൻ കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ച് കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് തന്നെ ചേർത്തുകൊണ്ടു. താൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ഇന്ന് ഇത്രയും ധൈര്യമായിട്ടൊന്ന് സുവിശേഷം ഈ സാക്ഷ്യം പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എവിടെ പോയാലും കർത്താവിന്റെ വേലയ്ക്ക് ഒരുമിച്ചേ പോകത്തുള്ളൂ. ലോക്കലിലായാലും ശരി, തമിഴ്നാട്ടിലായാലും ശരി, കേരളത്തിലായാലും ശരി, ഇനി ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയിലായാലും ശരി, അമേരിക്കയിലെ പലയിടങ്ങളിലും കർത്താവിന്റെ കൃപയാല് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോയി. അമേരിക്ക, ഇംഗ്ലണ്ട്, ആഫ്രിക്ക, ജർമ്മനി, സിസിലി, റോം ദേശം, അതുപോലെ ബൊളിവിയ, അതുപോലെ റുമേനിയ, നേപ്പാൾ, ശ്രീലങ്ക, ഇങ്ങനെ തുടങ്ങി പല രാജ്യങ്ങളിലും കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് പോകുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ ഈ കഴിഞ്ഞ നാളിൽ കർത്താവിന്റെ ദാസൻ മരിച്ചു കിടക്കുമ്പോൾ, കർത്താവ് ഇത് എന്നാൽ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ്, എന്നാൽ താങ്ങാൻ പറ്റത്തില്ലല്ലോ. അവരുണ്ടെങ്കിൽ കർത്താവ് ഒരു നേരം ചുമ്മാരിക്കത്തില്ല. എപ്പോഴും ആരെങ്കിലും വിളിച്ചു കേട്ടെങ്കിലും ഡേറ്റ് കൊടുത്ത് മീറ്റിങ്ങിന് പോയിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്യാൻ കർത്താവ്, ഇങ്ങനെ ആയല്ലോ, ഇനി ഞാൻ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യും എന്ന് ഞാൻ ഇങ്ങനെ വേദനയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അടക്കത്തിന് ഒരു 15 മിനിറ്റ് കിടക്കുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. സരോജം, എന്റെ വീട്ടിൽ സരോജം എന്നാണ് വിളിക്കുന്നത്, എന്റെ ഒഫീഷ്യൽ നെയിമാണ് സരോജിനി. അപ്പം സരോജം, ഞാൻ നിന്റെ ആത്മമണവാളനാണോ എന്ന് ചോദിച്ചു. അതേ കർത്താവ് എന്ന് പറഞ്ഞു. രണ്ടാമതും എന്നോട് ചോദിച്ചു ഇതേ കാര്യം. അതേ കർത്താവ് എന്ന് പറഞ്ഞു. മൂന്നാമതും അതേ കാര്യം ചോദിച്ചു, ഞാൻ നിന്റെ ആത്മമണവാളനാണോ? അതെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്റെ ലോകപ്രകാരമുള്ള മണവാളൻ നിന്നെ വിട്ടു പോയാലും ആത്മമണവാളനായ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല, ഞാൻ നിന്നെ വഴി നടത്തും, എന്റെ നീതിയുള്ള വലങ്കരത്താൽ ഞാൻ നിന്നെ പിടിച്ചു നടത്തും എന്ന് കർത്താവ് എന്നോട് സംസാരിച്ചു. ആ കർത്താവ് സംസാരിച്ച വാക്ക് എന്റെ ഹൃദയത്തിനകത്ത് ഒരു കല്ല് പോലെ പതിഞ്ഞിട്ട് എനിക്ക് കരയുവാൻ ആഗ്രഹമുണ്ട്, എന്നെ കരയുവാൻ കഴിയുന്നില്ല.
അങ്ങനെ അടക്കമെല്ലാം കഴിഞ്ഞ് ഞാൻ അതേ ഓഫീസിൽ, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഞങ്ങൾ താമസിക്കുകയായിരുന്നു. സഹോദരൻ ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ അവിടെ തന്നെ ഞാൻ ഇരുന്ന് ഒരു 5 ദിവസത്തിന് ശേഷം എൻ്റെ ബൈബിൾ തുറക്കുവാൻ തുടങ്ങി. ബൈബിൾ തുറന്ന് വായിച്ചു. ഒരു 55 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. എനിക്ക് 2.5 വർഷമായി കൃപയാൽ എന്താ 11 പ്രാവശ്യം ബൈബിൾ തീർത്ത് 12ാമത്തെ പ്രാവശ്യം ഇപ്പോൾ കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ 2 കണ്ണുകൾക്കും തിമിരമാനതിനാല് അതിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 6 മാസമായി. വായിക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് 4 പ്രാവശ്യം വായിച്ചു. ബാക്കിയുള്ള സമയം ഞാൻ ഇങ്ങനെ ആഡിയോയിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കർത്താവ് ധൈര്യത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കണോ, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എന്റെ കുഞ്ഞുങ്ങളും കർത്താവിന്റെ വേല ചെയ്യുന്നു. അതിനുശേഷം കർത്താവിന്റെ കൃപയാല് മേരി എന്നുള്ള കൊച്ചിനെയാണ് അവിടെ പോയി പ്രസവിച്ചത്. അവൾ ഇന്ന് ഒരു പാസ്റ്ററുടെ വൈഫായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്നു. അതിനുശേഷം പെർസീസ്, അതിനുശേഷം സാറ, അതിനുശേഷം ഒരു മകൾ ഞങ്ങൾ വളർത്തുന്നു. അവളുടെ പേര് ഗ്രേസ്. ഇങ്ങനെ കർത്താവിന്റെ കൃപയാല് എല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എല്ലാവരെയും സമർപ്പിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. കാരണം വേല അധികമുണ്ട്, വേലക്കാർ ചുരുക്കമായിരിക്കുന്ന ഈ നാളുകളിൽ ഈ കർത്താവിന്റെ വരവിനോട് അടുത്തതായി ഈ സമയത്ത് കർത്താവിന്റെ സുവിശേഷത്തെ എല്ലായിടത്തിലും എത്തിക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് കോതമ്പ് മണി നിലത്ത് വീഴുന്ന് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്നുള്ളതായ ആ വചനത്തിന് മൂലമായി, അതുപോലെ ഞാൻ ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവും എന്നുള്ളതായ എണ്ണത്തോടും ചിന്തയോടും അപ്പോസ്തലന്മാരുടെ 1:8 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യ ദേശത്തെ എല്ലായിടത്തും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞതായ ആ വചനപ്രകാരം കൃപയാൽ ഞങ്ങൾക്കും അലാസ്ക ദേശത്തിലെ ദുർവ പ്രദേശത്തിനടുത്ത് 6 മാസം ഇരുട്ടും 6 മാസം വെളിച്ചമുള്ളതായ ദുർവ പ്രദേശത്തില് എന്താ ഐസ് കട്ടയിൽ ജീവിക്കുന്നതായ ആൾക്കളുടെ ഇടയിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവിന് ദാസം ഇരുന്നപ്പോൾ അതെല്ലാം കർത്താവ് ഇടയാക്കി. കർത്താവിന്റെ വചനപ്രകാരം കർത്താവ് 1 കൊടുത്തവന് 1 നേടാതെ കൊണ്ട് കുഴിച്ചു മൂടിയിട്ട് 2 കൊടുത്തവൻ 2 കൂടെ നേടി, 5 കൊടുത്തവൻ 5 കൂടെ നേടി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന താലന്തുകളെ കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യുന്നത് പോലെ ഭാഗ്യം ഈ ലോകത്തിൽ വേറെ ഒന്നുമേ കിടയാതെ. കാരണം യേശു മാത്രമാണ് രക്ഷകൻ, യേശു മാത്രമാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ട് ചേർക്കുന്നത്, മോക്ഷത്തിൽ കൊണ്ടുപോകുന്നത്. ഈ ലോകത്തിലെ എത്ര വലിയ കോടീശ്വരനായിരുന്നാലും, എത്ര വലിയ പഠിത്തമുള്ളവരായിരുന്നാലും, എത്ര വലിയ മേന്മയുള്ള പട്ടം ധരിച്ചവരായിരുന്നാലും യേശുവിനെ ഏറ്റുകൊള്ളുന്നില്ല എങ്കിൽ അവർക്ക് ദൈവരാജ്യത്തിൽ പോകുവാൻ കഴിയയില്ല, അവർക്ക് ദൈവരാജ്യം ഇല്ല. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ ആ ജീവനെ നമ്മൾ പ്രാപിച്ച നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ പോകുവാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു ആട്ടക്കാർ കൊടുക്കുന്നത് എല്ലായിടങ്ങളിലും ഞാൻ ചെയ്യും. ഇവിടെയും ഞാൻ എന്നെ കേട്ടുകൊണ്ടിരുന്നതായ ശ്രോതാക്കളോട് ഞാൻ ഒന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നവരായിരിക്കാം, ഇല്ല ജോലി ചെയ്യുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം ചെയ്യുന്നവരായിരിക്കാം. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് വേണമെന്ന ഒരേ ഒരു കാര്യം, ഇന്നു മുതൽ, ഇതുവരെയും ചെയ്തിട്ടില്ല എങ്കിലും ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കുക. കർത്താവെ, എന്റെ ആയുഷ്കാലം അങ്ങയ്ക്ക് വേണ്ടി ചെലവഴിക്കും, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും. കർത്താവിന്റെ കൃപയാൽ ലക്ഷക്കണക്കിന് ട്രാക്റ്റുകൾ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് അനേകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൊടുക്കുന്നവർ അവർ രക്ഷിക്കപ്പെടണം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ വേലയായാലും അത് കർത്താവ് അവരെ രക്ഷിപ്പിൻ പാതയിൽ നടത്തണം. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ദാഹം വരും. ആ ദാഹത്തിനൊത്തവണ്ണം നമ്മളെ വിട്ടുകൊടുക്കണം. യേശുപ്പ, ആരും നശിച്ചു പോകല്ലേ എന്നുള്ളതായ ഒരു ആത്മഭാരം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വരയണം. നമ്മൾ പോകുന്ന കഷ്ടമോ പ്രയാസമോ അതൊന്നും അല്ല. ഇപ്പോൾ കർത്താവിന്റെ കൃപയാല് പല ഏക്കർ കണക്കുള്ളതാണ് ഇടത്തെ കർത്താവ് തന്ന് ഇപ്പോൾ കർത്താവിന്റെ വേല പല ഏതാണ്ട് 150-150 ബ്രാഞ്ച് സഭകളെ കർത്താവ് തന്നിരിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഓരോ ദൈവപൈതലുകളെയും ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ ട്രെയിനിങ് കൊടുത്തു. അത് മാത്രമല്ല, ഈ
പ്രോസസ്സിലൂടെ എല്ലാം ഞങ്ങൾ കടന്നുപോയാലും ഏതാണ്ട് 15,000 മേലെ ആൾക്കളെ ആൺമക്കളെയും പെൺമക്കളെയും കർത്താവിന്റെ കൃപയാൽ ശിഷ്യന്മാരാക്കി മാറ്റുവാനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പല ഇടങ്ങളിൽ അയക്കുവാൻ എന്റെ കർത്താവ് കൃപയാൽ ഉദവി ചെയ്തു. എന്റെ ആഗ്രഹം അതാണ്. കർത്താവിന്റെ ദാസന്റെ ആഗ്രഹം അനേകരെ ശിഷ്യന്മാരായി വാർത്തെടുക്കണോ, ശിഷ്യകളായി വാർത്തെടുക്കണോ. ആ ഒരു ആഗ്രഹം തന്റെ മേലിരുന്നത് ദൈവം ആ ഒരു ഭാരം എന്റെ ഹൃദയത്തിലും കർത്താവ് തന്നിരിക്കുന്നു. അനേക ശിഷ്യന്മാർ എഴുന്നേൽക്കണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്തുകൊണ്ട് ജീവനെ തിരുനാൾ കണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവനായാലും മരണമായാലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതായ ദാഹം നമുക്കും നമ്മൾക്ക് തന്നിരിക്കുന്ന മക്കൾക്കും കർത്താവ് അത് കൊടുക്കണം എന്നുള്ളതായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാനും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി ഒരു തീരുമാനത്തോടെ നാം കടന്നു ചെല്ലാം. ഈ സാക്ഷ്യം നിങ്ങളെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു സന്ദർഭം അരോമ TV എനിക്ക് ഏർപ്പെടുത്തി തന്നതില് വളരെ സന്തോഷം. അനേകർക്ക് എന്റെ സാക്ഷ്യത്തെ പറയുവാൻ ഇതൊരു മുഖാന്തരമായി ഞാൻ ചോദിച്ചാലല്ല, നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് എന്റെ ടൈം കേട്ട് നിങ്ങൾ എനിക്ക് തന്നു. ഇതിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകർ ഇത് മൂലമാകെ സാക്ഷിയുടെ കോട്ടകളുമായി അനേകർ അരോമ TV അനുഗ്രഹിക്കട്ടെ, വിപുലപ്പെടുത്തട്ടെ. അതിൻ്റെതായ ഭാരവാഹികളായിരിക്കുന്ന നിങ്ങളെ പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പ്രൈസ് ദി ലോർഡ് ഡാനിയേൽ ജോൺ കർത്താവിന്റെ ദാസനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും, നിങ്ങളോടുകൂടെ സഹകരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് ഞാൻ നിർത്തുന്നു. ഇത്രത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവവും സാക്ഷ്യവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻറ്റിയുടെ ജീവിതത്തില് ഒത്തിരി അനുഭവങ്ങളെ കുറിച്ച് ആൻറ്റി പറഞ്ഞു. ആൻറ്റി ശുശ്രൂഷ തലങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചതായ അനുഭവങ്ങളും കടന്നുപോയ സാഹചര്യങ്ങളും അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി ആ ക്രിസ്ത്യ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. 150-ലധികം പ്രവർത്തന സ്ഥലങ്ങളും 15,000-ലധികം ദൈവമക്കളും വിശ്വാസികളെ ശിഷ്യഗണങ്ങൾ ഒക്കെ ഉള്ളതായ ആ ഒരു വലിയ ആ ഒരു ആത്മീയ വയലിൽ ഇന്നായിരിക്കുന്നു എന്ന് പറയുവാൻ കൂടിയായി തീർന്നു. അതൊക്കെ നോക്കുമ്പോൾ ഒരു ശൂന്യതയിൽ നിന്ന് ആരംഭിച്ചതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു ശൂന്യതയിൽ നിന്ന് ആരംഭിക്കുവാൻ കൂടിയായി തീർന്നു. ഒരു വ്യക്തിയുടെ ആ ഒരു ദർശനവും ഒരാളിൻ്റെ ആ ഒരു കാഴ്ചപ്പാടും സമർപ്പണവും ആ ഒരു വിളിയും അതിനെ ഇത്രത്തോളം ഫലവത്താക്കി തീർക്കുവാൻ, വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും ആ ഒരു വിളിയാലുമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നും സമൂഹത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിറക്കപ്പെട്ടവരുണ്ട്. പക്ഷെങ്കിൽ അവരുടെയൊക്കെ ഈ ജീവിതത്തിൽ കാണാത്തതായ വ്യത്യസ്തമായ ഒരനുഭവം പ്രിയ ആൻറ്റിയുടെയും അങ്കിളുടെയും ജീവിതത്തിൽ ആ കുടുംബത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് പ്രശംസനീയവും സന്തോഷകരവുമായ കാര്യമാണ്. അരോമ TVയിലെ ഓരോ ശ്രോതാക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഗോതമ്പ് മണി തനിയെ ഇരിക്കുന്നുവെങ്കിൽ അത് അവിടെ അതുപോലെ ഇരിക്കും, യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ചാകുന്നു എങ്കിലോ അത് വളരെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം 100 മേനി ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ താലന്തുകൾ വ്യത്യസ്തമാണ്. 1 താലന്ത്, 2 താലന്ത്, 5 താലന്ത് തരുവാൻ തക്കവണ്ണുടിയായി തീർന്ന ആ ഉപമ കർത്താവ് പറഞ്ഞ കാര്യം പ്രിയ ആൻറ്റി ഓർപ്പിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം ഏൽപ്പിച്ചതായ ആ അവസരങ്ങൾ അത് വ്യാപാരം ചെയ്യുവാൻ ഉപയോഗിക്കുവാനിടയായി തീർന്നത് കൊണ്ട് ഇന്നത് ഇരട്ടിയായി അനേക മടങ്ങായി ദൈവരാജ്യത്തിൽ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ആകട്ടെ ആൻറ്റി 1-2 കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ആൻറ്റി ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് പറയാമോ പുസ്തകങ്ങളെ കുറിച്ച്? അതെ, ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ സാക്ഷ്യവും പലരും കേട്ടിട്ട് ഇങ്ങനെ പലരും അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ പുസ്തകമായിട്ട് ഒന്ന് ഇറക്കി തരണമെന്ന്. അപ്പൊ അത് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്ത് ചെയ്യണം, അങ്ങയ്ക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ആയത്, ഇത് എഴുതണമോ എന്ന് കേൾക്കുമ്പോൾ കർത്താവ് അതേ എഴുതണം, അനേകരുടെ ആശീർവാദത്തിനായിട്ട് നിങ്ങൾ അത് ചെയ്യണം എന്ന് കർത്താവ് ഞങ്ങളോട് പറയുകയും അതിന് എന്ത് പേരിടണമെന്ന് ദൈവത്തോട് ഞാൻ
ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന് മിഷണറി ചലഞ്ച് എന്നുള്ള പുസ്തകം. ആ പുസ്തകത്തെ കർത്താവിന്റെ കൃപയാൽ ഞാനും എൻ്റെ ഭർത്താവും ചേർന്ന് ഞങ്ങൾ ആ പുസ്തകത്തെ എഴുതുവാൻ തക്കോണം ദൈവമിടയാക്കി. ആ പുസ്തകം ഇന്ന് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു, അതുപോലെ കർണാടക, തെലുങ്ക്, അതുപോലെ മെക്സിക്കൻ ദേശത്തിലുള്ള ആ ഭാഷ, പലയിടങ്ങളിലും ഇങ്ങനെ പല ഭാഷകളില് ആ പുസ്തകം പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ കൃപയാല്. അത് കഴിഞ്ഞതിന് ശേഷം ശിഷ്യത്വമാണ് കർത്താവിന്റെ ദാസന്റെ മുഖ്യമായിട്ടുള്ളതായ ഒരു ലക്ഷ്യം. അതുകൊണ്ട് ശിഷ്യത്വം എന്നുള്ളതായ ഒരു പുസ്തകം കർത്താവിന്റെ ദാസൻ എഴുതി. അതിന്റെ മലയാളവും മലയാളം ഇല്ല, തമിഴും ഇംഗ്ലീഷുമേ ഉള്ളൂ അതിന്. അതുപോലെ ഞാന് കർത്താവിന്റെ ദാസൻ ഒത്തിരി നാള് പറഞ്ഞ്, സരോജം നീ ഒരു പുസ്തകം എഴുതണം, നീ എത്രയോ, ഞാൻ പറയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്, എല്ലാം ഇപ്പം പറഞ്ഞ ഇപ്പോഴേ സമയം ഒരുപാടായി, എങ്കിലും നിങ്ങൾ ഇത്രയും സമയം തന്നതുകൊണ്ട് ഞാൻ ഫ്രീയാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സരോജം നീ ഇത് ഒരു ബുക്ക് എഴുതണമെന്ന് മരിക്കുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന അടിക്കടി. അപ്പൊ ഞങ്ങൾക്ക് അടിക്കടി ഇങ്ങനെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് അത് എഴുതാനായിട്ട് സമയം കിട്ടിയില്ല. പിന്നെ അതിനുശേഷം പിന്നെ മരിച്ചതിന് ശേഷം ഒരു സ്വപ്നത്തിലൂടെ വന്ന് നീ ഈ പുസ്തകം എഴുതണം, ഞാൻ അതിന്റെ ആമുഖം എഴുതുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാഴ്ച എനിക്ക് കാണാനിടയായി. അപ്പോഴും ഞാൻ മനസ്സിലാക്കി, അപ്പോൾ ഞാൻ പുസ്തകം എഴുതുന്നത് എൻ്റെ ഭർത്താവിന് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്, അത് എഴുതണമെന്ന് പറഞ്ഞ് ഞാൻ ആരംഭിച്ചു. അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി മരിച്ച 1 വർഷത്തിനകത്ത് ഞങ്ങൾ ഒരു പ്രാർത്ഥന വെച്ച് ആ പ്രാർത്ഥനയില് പുസ്തകത്തെ പബ്ലിഷ് ചെയ്യാൻ തക്കോണം ഒരു ബുക്ക് ഞാൻ എഴുതി. ധീര വനിതകൾ എന്നുള്ളതായ ഒരു ബുക്കാണ്. അത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ തമിഴിലോട്ട് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ 3 ബുക്ക് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ആമേൻ, ആമേൻ, സ്തോത്രം. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായ പുസ്തകങ്ങളും ഒക്കെ ജീവിതത്തിലെ കൈമുതലായിട്ടുള്ള പ്രിയ ആന്റിയെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മിഷണറി ചലഞ്ച്, ശിഷ്യത്വം, ധീരവനിതകൾ, ഈ നല്ല പുസ്തകങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ അനുഭവത്തിൻ്റെ തൊലികയിൽ നിന്നും അത് ഒരു മൂലധനമായിട്ട് ഇന്നും ഒരുപാട് പ്രിയപ്പെട്ടവരെ കർത്താവിൽ ബലപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം സഹായകരമായ നിലയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രിയ ആന്റിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം കൊടുത്തതായ ആ ഒരു ആത്മീയ കാഴ്ചപ്പാടിനായി, ആ ഒരു ദീർഘവീക്ഷണത്തിനായി സ്തോത്രം. ഞാൻ കേൾക്കുകയായിരുന്നു ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നു പോകാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് രാമേശ്വരത്തേക്ക് പോയ സന്ദർഭങ്ങളിൽ ഉണ്ടായതായ തിക്താനുഭവങ്ങൾ, മറ്റ് തമിഴ് ഭാഷ സംസാരിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള സുവിശേഷത്തിൻ്റെ വിത്തും വിതയ്ക്കപ്പെടാത്ത ഒരു ശൂന്യത അവിടത്തെക്കുറിച്ച് കേട്ട് 8 വർഷമായിട്ട് അവിടെ മഴ പെയ്യാതിരിക്കുന്ന ഒരു ഡ്രൈ ആയിരിക്കുന്ന ഒരു വരണ്ട പ്രദേശം, ആത്മീയമായും വരണ്ട അവസ്ഥ, ഭൗമികമായും മഴ പെയ്യാതെ വരണ്ടിരിക്കുന്ന അവസ്ഥ. എന്നാൽ സുവിശേഷത്തിന്റെ വിത്ത് അവിടെ വിതയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ, പ്രാർത്ഥനയുടെ വിത്ത് അല്ലെങ്കിൽ അവിടെ പെയ്യുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആ ദേശത്ത് മഴ അയക്കുവാനിടയായി തീർന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ ദേശത്ത് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ മഴയുമുണ്ട്, അപ്പോൾ തന്നെ പ്രകൃതിയുടേതായ മഴയുമുണ്ട്. വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ദേശം ആയിരിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാം കൊണ്ടും ആമേൻ. വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പ്രിയ ആന്റിയോട് ഒരുമിച്ച് കർത്താവ് തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കർത്താവിൻ്റെ ദാസിയുടെ ഈ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. ആമേൻ. കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ വരണ്ട അവസ്ഥകളെ, വരൾച്ചകളെ മാറ്റി ജീവിതത്തിലെ സമാധാനം, സന്തോഷം, ദൈവിക അനുഗ്രഹങ്ങൾ, ആത്മീയമായുള്ള സമൃദ്ധിയെ തരുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം ആമേൻ കർത്താവിൻ്റെ ദാസിയുടെ ഈ ജീവിതാനുഭവങ്ങളിലൂടെ ആമേൻ ഞങ്ങൾ നിങ്ങളിലും എത്തിക്കുകയാണ്. ആകയാൽ ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടതിന് നാം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സരോജിനി ആന്റിയും ആമേൻ ഈ സമയം ആമേന് അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു വാക്കൽ ചുരുക്കം വാചകത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായ സമയങ്ങളെ പ്രാർത്ഥിക്കാൻ. സ്തോത്രം. സർവശക്തനായ ദൈവമേ, അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നീ അവിടുന്ന് ഒരുക്കിയല്ലോ. അരോമ TV മൂലമായി കർത്താവ് സാക്ഷി പറയുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കി. അതിനിടെ കർത്താവെ അപ്പ എല്ലാ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ സാക്ഷിയും അനേകരെ കർത്താവെ ഒരു പുനർജനനം കൊടുത്ത് ആണ്ടവരെ ഒരു നല്ല ശക്തിയോടെ കർത്താവിന് വേണ്ടി ഈ അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ദൈവോടൊന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളില് കൊയ്ത്ത് വളരെ ഉണ്ട്, വേല അധികമാ, വേലക്കാരെ ചുരുക്കമെന്ന് പറഞ്ഞ ഈ നാളുകളിൽ കർത്താവിന്റെ വേലയ്ക്ക് അനേകരെ കർത്താവെ ഒരുക്കണമേ, ആത്മഭാരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഈ TV-യെ കർത്താവെ, അരോമ TV-യെ കർത്താവ് അനുഗ്രഹിച്ച് വിവലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരിലൂടെ കേൾക്കുന്നതായ സാക്ഷ്യങ്ങൾ മൂലமாக ദേശത്തില് കർത്താവിന്റെ വേല ശക്തിപ്പെടുവാൻ അവിടെ ഇടയാക്കണമേ. പ്രവർത്തകരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവിന്റെ ദാസൻ ദാനിയേൽ കർത്താവെ, ദാനിയേൽ ജോൺ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഇവിടെ കരങ്ങളിൽ തരുന്നു. കർത്താവെ മറ്റേ കൂടെ പ്രവർത്തിക്കുന്ന സകലരെയും തിരുകരങ്ങളിൽ തരുന്നു. കേട്ടുകൊണ്ടിരുന്ന സകല നിന്റെ മക്കളെയും കേൾക്കാൻ പോകുന്ന സകലരെയും നിന്റെ കരങ്ങൾ തരുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. വളരെ നന്ദി പ്രിയ സരോജമാൻറ്റി. ഇത്രത്തോളം സമയം അരോമ TV-യിലെ പ്രേക്ഷകരോടൊപ്പം വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസിയുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, കുടുംബമായി അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളിൽ ഒരു വിശാലത പിന്നെയും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ്റെ കൂടി ആയിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ വാട്സപ്പ് സന്ദേശം അയക്കുക. ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഒരു മിസ് കോൾ വിട്ടാൽ മതി. ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കാണുമ്പോഴേയും നമുക്ക് എല്ലാവർക്കും ആമേൻ കർത്താവിന്റെ സംരക്ഷണയിലായിരിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, 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 ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com